السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، الصلاة والسلام على سيد المرسلين وعلى آله وصحبه أجمعين. اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ومن يشاقق الرسول من بعد ما تبين له الهدى ويتبع غير سبيل المؤمنين نوله ما تولى ونصله جهنم وساءت مصيرا. ما لي ملاذ ولا ذخر نلوذ به ولا عماد ولا حرص سوى الله. أرجوه سبحانه ولا تخيبني ظنا فحسبي ما أرجوه في الله. ഏറ്റവും ആദരവുകൾ നിറഞ്ഞ തേജിലുപുഷ്ടരായ സയ്യിദന്മാർ, പ്രാസ്ഥാനിക നേതാക്കന്മാർ, പ്രിയ സുഹൃത്തും കേരളത്തിലെ ആദർശ പ്രഭാഷണ രംഗത്ത് നിറഞ്ഞു നിൽക്കുന്ന കൂട്ടുകാരൻ പ്രിയപ്പെട്ട അസ്ലം സഖാഫി പയ്യോളി, എൻ്റെ സ്നേഹനിധികളായ പ്രവർത്തകരെ, ഞങ്ങളെ ശ്രവിക്കുന്ന ഇതര മതാദർശ പ്രസ്ഥാന ബന്ധുക്കൾക്ക് കേരള മുസ്ലിം ജമാഅത്തിന്റെ സ്നേഹാഭിവാദ്യങ്ങൾ നേരുന്നു. മനുഷ്യർക്കൊപ്പം എന്ന ശീർഷകത്തിൽ കേരളത്തിൽ 160ഓളം വരുന്ന കേന്ദ്രങ്ങളിൽ ആദർശ സമ്മേളനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിനോടനുബന്ധിച്ച് കാസർഗോഡ് സോൺ ആദർശ സമ്മേളനത്തിലാണ് നാം ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. ഏതാനും നിമിഷങ്ങൾക്കകം പ്രസ്ഥാനത്തിന്റെ നായകൻ വന്യരായ പേരോട് അബ്ദുറഹ്മാൻ സഖാഫി ഉസ്താദ് നമ്മുടെ സദസ്സിൽ എത്തിച്ചേരും. അല്ലാഹു സുബ്ഹാനഹു തആല നാം ഇവിടെ ഒരുമിച്ച് കൂടിയതും നാം പറയുന്നതും കേൾക്കുന്നതുമൊക്കെ അല്ലാഹു കബൂൽ ചെയ്യുമാറാവട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, വിശുദ്ധ ഇസ്ലാം മനുഷ്യ ജീവിതത്തിന്റെ നിഖില മേഖലകളുമായി ബന്ധപ്പെട്ട് അതിനെക്കുറിച്ചൊക്കെ വ്യക്തമായ നിലപാടുകൾ പറഞ്ഞ പ്രത്യയശാസ്ത്രമാണ്. നമുക്കറിയാം, ഇസ്ലാമിന്റെ പേരിൽ ഇന്ന് അനേകം പ്രസ്ഥാനങ്ങൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. ഞാൻ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് ഒരു ചെറിയ പട്ടണത്തിൽ വച്ചിട്ടാണ്. നമുക്കറിയാം, ഒറിജിനലിനെ വെല്ലുന്ന ഡ്യൂപ്ലിക്കേറ്റുകൾ സജീവമായ ഒരു കാലഘട്ടത്തിലാണ് നാം ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. ഒറിജിനൽ ഏതാണെന്ന് തിരിച്ചറിയാൻ പറ്റാത്ത രൂപത്തിൽ ഡ്യൂപ്ലിക്കേറ്റുകൾ, വ്യാജ നിർമ്മിതികൾ സർവവ്യാപകമായി കൊണ്ടിരിക്കുന്ന ദുരന്തപൂർണമായ ഒരു സാഹചര്യമാണ് ഇന്ന് നമ്മുടെ മുന്നിലുള്ളത്. ഈ കൊച്ചു പട്ടണത്തിൽ ബിസിനസ് നടത്തുന്ന കച്ചവടക്കാരൻ അവന്റെ ബിസിനസ്സിന് വേണ്ടിയിട്ട് വസ്തുക്കൾ സെലക്ട് ചെയ്യുമ്പോൾ ഒറിജിനലും ഡ്യൂപ്ലിക്കേറ്റും തിരിച്ചറിയുവാനുള്ള ഒരു അറിവും പക്വതയും അവനുണ്ട്. അതുകൊണ്ട് തന്നെ സാധനങ്ങൾ വിൽക്കുവാൻ വേണ്ടി മേടിക്കുമ്പോൾ ഒറിജിനലിനെയും അതുപോലെ തന്നെ ഡ്യൂപ്ലിക്കേറ്റിനെയും വേർതിരിച്ചു മനസ്സിലാക്കി വിപണനം നടത്താനുള്ളൊരു കഴിവ് കച്ചവടക്കാരന് വേണം. എന്നതുപോലെ വിശുദ്ധ ഇസ്ലാമിനെ കുറിച്ച് നാം മനസ്സിലാക്കുമ്പോൾ ഇസ്ലാമിന്റെ പേരിൽ പല ഡ്യൂപ്ലിക്കേറ്റുകളും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. അതിനൊക്കെ പേരൊന്നു തന്നെയാണ്. എല്ലാം പറയുന്നത് ഇസ്ലാം എന്ന് മാത്രമാണ്. അവിടെയാണ് പാരമ്പര്യത്തിന്റെ പവിത്രപാതയിലൂടെ ജീവിച്ചു വരുന്ന നമ്മൾ സത്യപാന്താവിന്റെ സത്യമായ യാഥാർത്ഥ്യത്തെക്കുറിച്ച് മനസ്സിലാക്കൽ അനിവാര്യമായതുകൊണ്ടാണ് പട്ടണങ്ങളിലെ ജനത്തിരക്കുകളിലും ഗ്രാമങ്ങളുടെ ഉള്ളറകളിലും ഇറങ്ങിച്ചെന്നുകൊണ്ട്
മനുഷ്യനൊപ്പം എന്ന ശീർഷകം ഉയർത്തിപ്പിടിച്ച് നമ്മുടെ ആദർശത്തെക്കുറിച്ച് ഉത്ബോധിപ്പിക്കുന്നത്. എന്നെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, നമ്മുടെ കേരളക്കരയിൽ വിശുദ്ധ ഇസ്ലാം എത്തിയത് എങ്ങനെയാണ്? വിശുദ്ധ ഇസ്ലാം എത്തിയത് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നേരിട്ട് കേരളക്കരയിൽ വന്നിട്ടില്ല. മറിച്ച് പുണ്യപ്രവാചകന്റെ സ്വഹാബത്ത്, ആ സ്വഹാബത്ത് പുണ്യപ്രവാചകനിൽ നിന്ന് വിശുദ്ധ ദീൻ നേരിട്ടു കൈമാറ്റം ചെയ്തെടുത്തവരാണ്. അവരെ ഉത്ബോധിപ്പിച്ചുകൊണ്ട് വിശുദ്ധ ദീനിന്റെ പ്രബോധന ദൗത്യത്തിന്റെ പുണ്യം വിളിച്ചറിയിച്ചുകൊണ്ട് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ലഅൻ യഹ്ദിയല്ലാഹു ബിക റജുലൻ വാഹിദൻ ഖൈറുൽ ലക മിനദ് ദുനിയാ വമാ ഫീഹാ. നിങ്ങൾ ഒരാളെ സന്മാർഗത്തിലേക്ക് കൊണ്ടുവരികയാണെങ്കിൽ ദുനിയാവിലുള്ള സർവസ്വവും ലഭിക്കുന്നതിന് തുല്യമാണ് എന്ന പ്രചോദനത്തിന്റെ തിരുവചനം കേട്ട സമയത്ത് ലോകത്തിന്റെ നാനാദിക്കുകളിലേക്ക് വിശുദ്ധ ദീനിന്റെ പ്രബോധന പ്രവർത്തനങ്ങൾക്ക് വേണ്ടി സ്വഹാബത്ത് സഞ്ചരിച്ചു. അങ്ങനെയാണ് ആർത്തിരമ്പുന്ന തിരമാലകൾ മുറിച്ചു കടന്നുകൊണ്ട് സ്വഹാബത്തിനെയും വഹിച്ചുകൊണ്ടുള്ള പായക്കപ്പൽ കേരളത്തിന്റെ വിരിമാറിൽ അണഞ്ഞത്. മാലിക് ദിനാർ റളിയല്ലാഹു അൻഹുവും സംഘവും കേരളത്തിന്റെ വിവിധ ദിക്കുകളിൽ പള്ളികൾ അവർ നിർമ്മിച്ചു. ആ പള്ളികൾ കേന്ദ്രമാക്കി വിശുദ്ധ ദീനിന്റെ പ്രബോധന പ്രവർത്തനങ്ങൾ നടത്തി. ആ ഒരു പവിത്രമായ പാരമ്പര്യമാണ് കേരളത്തിൽ അഹ്ലുസുന്ന വൽ ജമാഅക്കുള്ളത് എന്ന് പ്രഥമമായി നാം മനസ്സിലാക്കേണ്ടതുണ്ട്. ഇവിടെ നാം മനസ്സിലാക്കണം, പിന്നീട് ഇസ്ലാമിൽ അനേകം ആവാന്തര വിഭാഗങ്ങൾ, പുത്തൻ കക്ഷികൾ ഇസ്ലാമിന്റെ പേരിൽ രംഗത്ത് വന്നു. അപ്പോഴെല്ലാം പണ്ഡിതന്മാർ അതിനെയൊക്കെ പ്രതിരോധിച്ചിട്ടുണ്ട്. മുഅ്തസിലിയാക്കൾ എന്ന് പറഞ്ഞൊരു വിഭാഗം വന്നു, റാഫിളിയാക്കൾ വന്നു. അങ്ങനെ പല വിഭാഗം വന്നപ്പോഴും അവരെയെല്ലാം വിശുദ്ധ ഇസ്ലാമിന്റെ പണ്ഡിതന്മാർ പ്രതിരോധിച്ചിട്ടുണ്ട്. വർത്തമാന സാഹചര്യത്തിലും അനേകം വിഭാഗങ്ങൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. സ്വാഭാവികമായും ഇതൊരു അങ്ങാടിയാണ്. ഇവിടെ ഇതുപോലുള്ള പല പരിപാടികളും ഒരുപക്ഷെ നടക്കും. ഒരു മുജാഹിദ് പരിപാടി വച്ചാലും ജമാഅത്തെ ഇസ്ലാമി പരിപാടി വച്ചാലും അവരായത്തുകളും ഹദീസുകളും ഓതിയിട്ട് അവർ പ്രസംഗിച്ചു കൊണ്ടിരിക്കും. ഇത് കേൾക്കുന്ന ഒരു സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം അവരും പറയുന്നത് ഖുർആനാണ്, ഈ ഉസ്താദ് പറഞ്ഞതും ഖുർആനാണ്. അതുപോലെ തന്നെ മറ്റൊരാളുടെ പ്രസംഗം ഞാൻ യൂട്യൂബിൽ ശ്രവിച്ചു, അവരും ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. ഇത് ഏതാണ് ശരി എന്ന് എങ്ങനെയാ നാം മനസ്സിലാക്കുക എന്ന് ഒരു സാധാരണക്കാരന് സംശയം ഉണ്ടാകും. എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, നമ്മൾ ഖുർആൻ മനസ്സിലാക്കണമെങ്കിൽ, ഹദീസ് മനസ്സിലാക്കണമെങ്കിൽ സ്വഹാബത്തിന്റെ ചരിത്രം നമ്മൾ പഠിക്കണം. സ്വഹാബത്ത് എങ്ങനെയാണോ പഠിപ്പിച്ചത്, അവരെങ്ങനെയാണോ കാണിച്ചു തന്നത്, അതിനെ അനുധാവനം ചെയ്യണം. അതുമാത്രമാണ് വിശുദ്ധ ഇസ്ലാമിന്റെ സരണി എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പോൾ അങ്ങനെ സംശയിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം കൂടുതലൊന്നും ദൂരേക്ക് ആലോചിക്കേണ്ടതില്ല. സ്വഹാബത്ത് കേരളക്കരയിൽ വന്ന് പള്ളികൾ നിർമ്മിച്ചപ്പോൾ കാസർഗോഡ് മാലിക് ദിനാർ പള്ളി നിർമ്മിച്ചു. ആ പള്ളികൾ കേന്ദ്രമാക്കി വിശുദ്ധ ദീനിന്റെ പ്രബോധന പ്രവർത്തനം നടത്തിയപ്പോൾ അവരേത് ഇബാദത്താണ് അവർ കൊണ്ടുവന്നത്? അവർ വെള്ളിയാഴ്ചയിൽ അറബിയിലാണ് ഖുത്ബ ഓതിയത്. ആ പള്ളികളിലേക്ക് സ്ത്രീകൾ അവർ കൊണ്ടുപോയിട്ടില്ല. ഇസ്ലാമിന്റെ പാരമ്പര്യത്തിന്റെ പവിത്രപാതയിലൂടെ ജീവിച്ചു വരുന്ന നമ്മളൊക്കെ അനുഷ്ഠിക്കുന്ന അനുഷ്ഠാനം ആ സ്വഹാബത്തിൽ നിന്ന് കൈമാറി കിട്ടിയതാണ്. ഇത് നാം മനസ്സിലാക്കണം. ആ ഒരു പാരമ്പര്യം വിശുദ്ധ ഇസ്ലാമിനുണ്ട്. ആ പാരമ്പര്യത്തിലൂടെയാണ് നമ്മൾ ഇങ്ങനെ കടന്നു വരുന്നത്. അപ്പോഴാണ് 1921 ചില പ്രസ്ഥാനങ്ങൾ ഇവിടെ രംഗത്ത് വന്നു. അവരിവിടെ വന്നിട്ട് എന്താ ചെയ്തത്? അവര് മുസ്ലിമീങ്ങളൊക്കെ കാഫിറാണെന്ന് പറഞ്ഞു. ഇബ്നു അബ്ദുൽ വഖാബ് എന്ന് പറഞ്ഞ് ഇബ്നു അബ്ദുൽ വഖാബിന്റെ ആശയം ഉൾക്കൊണ്ട് അവര് പറഞ്ഞു, ഇസ്തിഗാസ ചെയ്യുന്നവർ, അതുപോലെ തന്നെ തബറുക്കെടുക്കുന്നവർ, അതുപോലെ പാരമ്പര്യത്തിന്റെ പവിത്രപാതയിലൂടെ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി അള്ളാഹുവിന്റെ റസൂലിൽ നിന്ന് കൈമാറിപ്പോന്ന ഇതുപോലുള്ള ആചാര അനുഷ്ഠാന കർമ്മങ്ങൾ ചെയ്യുന്നവർ ഇസ്ലാമിൽ നിന്ന് പുറത്താണെന്ന് പറഞ്ഞു. മഹാന്മാരുടെ ബഹുമാനം അവർ ഇല്ലാതെയാക്കി. ഈ സമയത്താണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ പണ്ഡിതന്മാർ അതിനെ പ്രതിരോധിച്ചത്. നാം മനസ്സിലാക്കണം, ഇബ്നു അബ്ദുൽ വഖാബ് രംഗത്ത് വന്ന സമയം അദ്ദേഹത്തിന്റെ സ്വന്തം പിതാവ് ഇബ്നു അബ്ദുൽ വഖാബ് ഈ പുതിയ ആശയമായി രംഗത്ത് വന്നപ്പോൾ തന്റെ മകന് ഒരു കത്തെഴുതി. അതിൽ അദ്ദേഹം ഒരു കാര്യം പറഞ്ഞു, വലാ സബീല ലക ഇലാ തക്ഫീരി സവാദിൽ അഅ്ളമി
മിനൽ മുസ്ലിമീൻ, മുസ്ലിമീങ്ങളിൽ ബഹുഭൂരിപക്ഷത്തെ കാഫിറാക്കാൻ മോനെ നിനക്ക് യാതൊരു തെളിവുമില്ല. വഅൻത ശാദ്ദും മിനസ് സവാദിൽ അഅ്ളം, ഈ ബഹുഭൂരിപക്ഷത്തിൽ നിന്ന് നീ ഒറ്റപ്പെട്ടവനാണ്. ഫനിസ്ബത്തുൽ കുഫ്രി ഇലാ മൻ ശദ്ദ ഖറബു, അതുകൊണ്ട് മുഅ്മിനീങ്ങളെ ഒരിക്കലും നീ കാഫിറാക്കരുത് എന്ന് പറഞ്ഞിട്ട് ഇബ്നു അബ്ദുൽ വഹാബിന് കത്തെഴുതിയ ചരിത്രത്തിൽ കാണാം. എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, നാം മനസ്സിലാക്കണം, 1971 ശേഷം ഇവര് വന്ന് കാര്യമായി ചെയ്തത് മുസ്ലിമീങ്ങളൊക്കെ ഇസ്ലാം നിന്ന് പുറത്തുപോയി എന്ന് പറയാനാണ്. സ്വഹാബത്തിൽ നിന്ന് ദീൻ കൈമാറി കിട്ടി ഇങ്ങനെ പോന്ന മുസ്ലിം സമൂഹത്തെ കാഫറാക്കാൻ എന്താണ് അവർ കാരണം പറഞ്ഞത്? അവർ ഔലിയാക്കളെ വിളിക്കുന്നവരാണ്. അല്ലാഹുവാണ് സർവ്വതും നൽകുന്നവൻ. വല്ലാഹു മൗജൂദുൻ ഖദീമുൻ ബാഖി മുഖാലിഫുൽ ലിൽ ഖൽഖി ബിൽ ഇത്ലാഖി. അല്ലാഹുവിൻ്റെ എല്ലാ വിശേഷണവും നാം സ്വീകരിക്കുന്നുണ്ട്, നാം പഠിക്കുന്നുണ്ട്. മദ്രസയിൽ നിന്ന് തന്നെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ലോകത്തൊരു സൃഷ്ടിക്കും അല്ലാഹു കൊടുക്കാതൊരു കഴിവുമില്ല. ഒരു വലിയനും ഒരു നബിക്കും ഒരു രാജാവിനും ഒരു പ്രധാനമന്ത്രിക്കും ഒരാൾക്കും അല്ലാഹു കൊടുക്കാത്തൊരു കഴിവില്ല. അല്ലാഹു ഡോക്ടർക്ക് ചികിത്സിക്കാൻ കഴിവ് കൊടുക്കുന്നു, ഡോക്ടർ ചികിത്സിക്കുന്നു. രോഗം മാറ്റുന്നത് അല്ലാഹുവാണ്. അതുപോലെ ഏത് വിഷയമെടുത്താലും അതിലെല്ലാം അല്ലാഹുവിൻ്റെ കഴിവാണ്. ഇതേതൊരു മുസ്ലിമും വിശ്വസിക്കുന്ന അടിസ്ഥാനപരമായ വിശ്വാസമാണ്. എന്നാൽ ഈ വിശ്വാസം ഉൾക്കൊണ്ട് തന്നെ അല്ലാഹു കൊടുക്കുന്ന കഴിവ് കൊണ്ട് മഹാന്മാർക്ക് സഹായിക്കാൻ കഴിയും. അതാരാ പഠിപ്പിച്ചത്? വിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറഞ്ഞു, ഇന്നമാ വലിയുക്കുമുല്ലാഹു വറസൂലുഹു വല്ലദീന ആമനൂ. നിങ്ങളുടെ സഹായി ആരാണ്? നിങ്ങളുടെ സഹായി അല്ലാഹുവാണ്. വറസൂലുഹു, അല്ലാഹുവിൻ്റെ റസൂലുമാണ്. അത് കഴിഞ്ഞിട്ട് പറഞ്ഞു വല്ലദീന ആമനൂ, വിശ്വസിച്ച മുഅ്മിനീങ്ങളുമാണ്. യഥാർത്ഥ വിശ്വാസികളായ ഔലിയാക്കളാണ്. ഈ ആയത്ത് വിശദീകരിച്ചുകൊണ്ട് പണ്ഡിതന്മാർ പറഞ്ഞു, മുഅ്മിൻ ആമന മൻ മളാ മിൻകും വമൻ ബഖിയ. കഴിഞ്ഞുപോയ മുഅ്മിനീങ്ങളും അതുപോലെ തന്നെ കഴിഞ്ഞുപോയ എല്ലാ മുഅ്മിനീങ്ങളും അതിൽപ്പെട്ടു. ഇതുകൊണ്ടാണ് മുഅ്മിനീങ്ങൾ ഔലിയാക്കളെ വിളിക്കുന്നത്, ഔലിയാക്കളോട് സഹായം ചോദിക്കുന്നത്. അങ്ങനെ ചോദിക്കുമ്പോൾ അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചതാണ്. അത് ആ ഒരു കാര്യം ചെയ്യുന്നതിൻ്റെ പേരിൽ എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, മുസ്ലിമീങ്ങളൊക്കെ കാഫറാക്കി ഒരു മൗലവി പ്രസംഗം നിങ്ങൾക്ക് കേൾക്കാം. നമ്മുടെയൊക്കെ പള്ളികൾ നമ്മൾ മനസ്സിലാക്കണം. നമ്മളിപ്പോൾ മഗ്രിബ് നിസ്കരിച്ചു നമ്മുടെ ഇവിടുത്തെ ജുമുഅത്ത് പള്ളിയിൽ, അവിടെ ഒരു ഇമാമുണ്ട്. ആ പള്ളിക്കും കേരളത്തിൽ അനേകം പള്ളികളുണ്ട്. അതിൽ ഖാദിമാരുണ്ട്. ആരാ ഖാദിമാര്? മഹാന്മാരായ പാണക്കാട് സാദാത്യങ്ങൾ അതിൽപ്പെട്ടതാണ്. ബഹുമാനപ്പെട്ട ശൈഖുന കാന്തപുരം ഉസ്താദുണ്ട്, ജിഫ്രി മുത്തുക്കോയത്തങ്ങളുണ്ട്. അവരൊക്കെ വിവിധങ്ങളായ മഹല്ലിന് കാർമ്മികത്വം വഹിക്കുന്ന ഖാദിമാരാണ്. ആ മഹല്ലിന് കാർമ്മികത്വം വഹിക്കുന്ന ഖാദിമാരും അവരനുസരിക്കുന്നവരും ആണ് കേരളത്തിലുള്ള 99% ആളുകൾ. എന്നാ ഒരു മൗലവി പ്രസംഗിക്കുകയാണ്. എന്താ പ്രസംഗിക്കുന്നത്? അങ്ങനത്തെ പള്ളികൾ നമ്മുടെ പള്ളികളിൽ അവിടെ നിന്ന് ദിക്റ് ചൊല്ലും, ഖുതുബിയത്ത് ചൊല്ലും, അതുപോലെ കുറെ കാര്യം നടക്കും. അതൊക്കെ ചെല്ലുമ്പോൾ ആ പള്ളി അമ്പലമാകും, അവിടുത്തെ ഇമാമ് പൂജാരിയാകും. അവിടെ നിസ്കരിച്ചാൽ അത് ഈ ശിർക്കാണ് എന്നൊരു മൗലവി പ്രസംഗം നിങ്ങൾ കേൾക്കാം. പിന്നെ ഇങ്ങനെ മുസ്ലിമിനെയാണ് ഈ വഹാബികൾ ഗാഫറാക്കുന്നത്, മുസ്ലിമിനെയാണ് മുശ്രിക്കാക്കുന്നത്, നിസ്കരിക്കുന്ന ആളല്ലേ? ഇല്ല, വല്ലാഹി ഇവർ മുസ്ലിം അല്ല. അവർ നിസ്കരിക്കും. ഇതാ സ്വല്ല വസാമ വസക്ക, നിസ്കരിച്ചാലും ശരി, നോമ്പോറ്റാലും ശരി, സക്കാത്ത് കൊടുത്താലും ശരി, വക്കത്ത് പോയിട്ട് ഹജ്ജ് ചെയ്താലും ശരി, ഇവർ ഷഹാദത്ത് ബാത്തിലാക്കിയവരാണ്. ഇവരെ മുസ്ലിമായിട്ട് പരിഗണിക്കാൻ പറ്റുകയില്ല. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ മഹല്ല് പള്ളികളിൽ കയറി അവിടുത്തെ ഇമാമിനെ തുറന്ന് നിസ്കരിക്കാൻ പറ്റുകയില്ല, തീർച്ചയായിട്ടും പറ്റുകയില്ല. അവർ ശിഹാക്കളാണ്.
കുത്തുബത്ത് കഴിക്കുന്ന പള്ളി വല്ലാഹി അമ്പലമാണ്, അതിന് പള്ളി എന്ന് പറയില്ല. അമ്പലത്തിൽ കയറിയിട്ട് നിസ്കരിക്കുന്നതിന് തുല്യമാണ് കുത്തുബത്ത് കഴിക്കുന്ന പള്ളി കയറിയിട്ട് നിസ്കരിക്കുന്നത്. അമ്പലത്തിലെ സാമിനെ തുറന്ന് നിസ്കരിക്കുന്നതിന് തുല്യമാണ് കുത്തുബത്ത് കഴിക്കുന്ന ഉസ്താദിനെ തുറന്ന് നിസ്കരിക്കരുത്. ആ നിസ്കാരം സഹിയാകുകയില്ല, തീർച്ച. പ്രിയപ്പെട്ട സഹോദരന്മാരെ, എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന ഈ പ്രദേശത്തെ മുഅ്മിനീങ്ങൾ ചിന്തിക്കാൻ വേണ്ടിയാണ് ഞാൻ പറഞ്ഞത്. നമ്മളെ പള്ളിയിൽ നമ്മൾ നിസ്കരിക്കുന്നു, ആ നിസ്കരിക്കുന്ന പള്ളിയിൽ തുറന്ന് നിസ്കരിക്കാൻ പാടില്ല, പൂജാരിയാണ് എന്നൊരു മൗലവി പ്രസംഗിക്കുന്നത് ഏത് കാലത്താണ്? മുസ്ലിം സമൂഹത്തിൽ പല പ്രതിസന്ധികളും നിൽക്കുന്ന ഈ കാലഘട്ടത്തിൽ മുജാഹിദിന്റെ ആശയാണ് ഒരു മൗലവി പ്രസംഗിക്കുന്നത്. ഇതെന്തിന്റെ പേരിലാണ്? അള്ളാഹുവിന്റെ റസൂലിനെ വിളിക്കുന്നതിന്റെ പേരിൽ. മഹാനായ മുഹയ്യദ്ദീൻ ശൈഖ് അബ്ദുൽ ഖാദിറുൽ ജീലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് ബഹുമാനപ്പെട്ടവരെ വിളിക്കുന്നതിന്റെ പേരിലാണ് പറഞ്ഞത്. നാം മനസ്സിലാക്കണം എത്ര ഗൗരവമാണ്. സ്വഹാബത്ത് നമുക്ക് പഠിപ്പിച്ചു തന്നതാണ് ഇസ്തിഗാസ. കണ്ടോ, സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഭരണം നടത്തുന്ന കാലഘട്ടം മഴയില്ലാതെയായി. അസ്വാബന്നാസ ഖഹ്തുൻ ഫീ സമനി ഉമർ റളിയല്ലാഹു അൻഹു. ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ കാലത്ത് ക്ഷാമം ബാധിച്ചപ്പോൾ, വെള്ളമില്ലാതെയായപ്പോൾ, ജാഅ റജുലുൻ ഇലാ ഖബ്രിൻ നബിയ്യി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഖബറിന്റെ അടുക്കലേക്ക് ഒരു സ്വഹാബി ചെല്ലുകയാണ്. ആ സ്വഹാബിയുടെ പേര് ബിലാൽ ഇബ്നു ഹാരിസ് എന്നാണ്. ബഹുമാനപ്പെട്ടവരവിടെ ചെന്ന് ആ ഖബറിന്റെ പരിസരത്ത് വെച്ച് അല്ലാഹുവിന്റെ റസൂലിനോട് പറയുന്നു, ഇസ്തസ്ഖിലി ഉമ്മത്തിക ഫഇന്നഹും ഖദ് ഹലകൂ. എൻ്റെ ഉമ്മത്തിന് മഴ വർഷിപ്പിച്ചു തരണം, നാശം അടുത്തിട്ടുണ്ട്. ആ സ്വഹാബി അവിടെ കിടന്നുറങ്ങി. രാത്രിയിൽ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി, അള്ളാന്റെ റസൂല് സ്വപ്നത്തിൽ വന്നിട്ട് പറഞ്ഞു, അന്നഹും മുസ്കുൻ, മഴ വർഷിപ്പിക്കപ്പെടും. ഉമർ റളിയല്ലാഹു അൻഹുവിനോട് ഈ സന്തോഷ വാർത്ത പറയണം എന്ന് പറഞ്ഞപ്പോൾ ഈ സ്വഹാബി ചെന്ന് സയ്യിദുനാ അബൂൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനോട് പറയുന്നു, എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, റസൂലുള്ളാഹിന്റെ റൗള ശരീഫിൽ പോയി അവിടത്തോട് മഴ ചോദിച്ചു. അതിനാണ് ഇസ്തിഗാസ എന്ന് പറയുന്നത്. ആ ഇസ്തിഗാസ പഠിപ്പിച്ചത് മുത്തുനബിയാണ്. കണ്ടില്ലേ, ഒരു ദിവസം കണ്ണിന് കാഴ്ചയില്ലാത്ത ഒരു സ്വഹാബി അതാ ഉസ്മാൻ ഇബ്നു ഹുനൈഫ് റളിയല്ലാഹു അൻഹുവിന്റെ മുന്നിൽ വരുമ്പോൾ ഒരു ദുആ പഠിപ്പിച്ചു കൊടുക്കുന്നു. കണ്ണിന് കാഴ്ച തിരിച്ചു കിട്ടണം. ആദ്യം പറഞ്ഞു, നീ ക്ഷമിച്ചോ, അതിലാണ് കൂലിയുള്ളത്. അദ്ദേഹം വീണ്ടും പറഞ്ഞപ്പോൾ അദ്ദേഹത്തോട് നീ വുളു എടുക്കണം, പിന്നെ ഹാജത്തിന്റെ നിസ്കാരം നിസ്കരിക്കണം. അല്ലാഹുമ്മ ഇന്നി അസ്അലുക വതവജ്ജഹു ഇലൈക ബിനബിയിക നബിയ്യിർ റഹ്മ യാ മുഹമ്മദ് ഇന്നി അതവജ്ജഹു ബിക ഇലാ റബ്ബി ഫീ ഹാജതി ഹാദിഹി ലിതഖ്ളിയ ലീ. എൻ്റെ പ്രിയപ്പെട്ട അഹ്ലുസുന്ന വൽ ജമാഅയുടെ പ്രവർത്തകരെ, നമ്മളൊരു പക്ഷേ വിവിധങ്ങളായ സംഘടനകളിലായിരിക്കും, പക്ഷേ ആദർശത്തിൽ നമുക്ക് അവബോധം വേണം. റസൂലുള്ളാഹി പറഞ്ഞത് എന്താണ്? വുളു ചെയ്യൂ, പിന്നെ പോയി ഹാജത്തിന് നിസ്കാരം നിസ്കരിക്കൂ. നടക്കുന്നതാണ്. ഒതെടുത്ത് ഹാജത്തിന് നിസ്കാരം നിസ്കരിക്കും. പിന്നെന്ത് പറയണം? അല്ലാഹുമ്മ ഇന്നി അസ്അലുക വതവജ്ജഹു ഇലൈക ബിനബിയിക നബിയ്യിർ റഹ്മ യാ മുഹമ്മദ്. റസൂലുള്ളാഹിനെ തവസ്സുലാക്കി. അത് കഴിഞ്ഞ് മുത്തുനബിയെ ഇസ്തിഗാസ ചെയ്യുന്നു. ഇന്നി അതവജ്ജഹു ബിക ഇലാ റബ്ബി ഹാദിഹി ലിതഖ്ളിയ ലീ. ഈ വിഷയം ഒന്ന് റാഹത്താവാൻ, ഇതൊന്ന് വീട്ടിത്തരാൻ, അങ്ങൊന്ന് റെക്കമെൻഡ് ചെയ്യണം എന്ന മഅനാക്ക് മുത്തുനബിയെ വിളിച്ച് ഇസ്തിഗാസ ചെയ്യുന്ന, ഇസ്തിഗാസ പഠിപ്പിച്ചു കൊടുത്തത് ആരാണ്? അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി. ഇന്നബ്തഅത് ഗാറത്തുൽ അർഹാമി വബ്തഅദത് അന്നാ ഫാസ്റഉ ശൈഇൻ ഗാറത്തുല്ലാഹി യാ ഗാറത്തുല്ലാഹി ഹുസ്തി الثير مسرعة في حل عقدتنا يا ഗാറത്തുല്ലാഹി. കുത്തുബിയത്തിന്റെ തുടക്കത്തിൽ മുഹയ്യദ്ദീൻ ഷെയ്ഖിന്റെ വരിയാണിത്. എന്താണ്? എല്ലാ സഹായവും പിന്തിയാൽ അള്ളാഹുവിന്റെ സഹായമാണുള്ളത്. ആ സഹായം അള്ളാഹു തരുന്നതാണ്.
അത് മുഹയ്യദ്ദീൻ ശൈഖിന്റെ ഭാഗത്തുനിന്ന് കിട്ടിയാലും, ഡോക്ടറുടെ ചികിത്സ കൊണ്ട് കിട്ടിയാലും, ബദരീങ്ങളുടെ സഹായം കൊണ്ട് കിട്ടിയാലും, എല്ലാം തരുന്നത് അല്ലാഹുൽ മലിക്കുൽ ഖഹാർ, എല്ലാം അടക്കി ഭരിക്കുന്ന റബ്ബാണ്. ഇതാണ് മുഅ്മിനായ മനുഷ്യന്റെ വിശ്വാസം. അങ്ങനെ അതുകൊണ്ട് ആ ഇസ്തിഗാസ ചെയ്യുന്നതിന്റെ പേരിലാണ് ഈ മൗലവി മൊത്തം കാഫറാക്കിയത്. ഇപ്പൊ മുജാഹിദ് അനേകം ഗ്രൂപ്പാണ്. ഞാൻ ആ ഗ്രൂപ്പിന്റെ വിവിധങ്ങളായ വിഷയങ്ങളിലേക്ക് പോകുകയല്ല. ഇപ്പൊ തർക്കിച്ച് ഓരോ വിഭാഗത്തെ കാഫറാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇത്രയും കാലം എല്ലാ അഹ്ലുസുന്ന വൽ ജമാഅയുടെ പ്രവർത്തകരും ഇസ്ലാം എന്ന് പുറത്താണ് എന്ന് പറഞ്ഞ മുജാഹിദുകൾ ഇപ്പൊ പരസ്പരം കാഫറാക്കിയിട്ട് നേരത്തെ പ്രസംഗിച്ച് ഈ മൗലവി തന്നെ പറയാണ്, ഇപ്പൊ ഇങ്ങനെ നമ്മൾ ആലോചിച്ച് നോക്കുമ്പോൾ നൂഹ് നബിയുടെ കാലത്ത് ചുരുങ്ങിയ ആളുണ്ടായിരുന്നു. അതുപോലെ ഈ 1922 ഇപ്പൊ നമ്മൾ നോക്കിയാൽ യഥാർത്ഥ തൗഹീദിന്റെ ആളുകള്, ഈ പ്രസംഗിച്ച മൗലവിന്റെ പേര് ചുഴലി മൗലവി. ആ പേര് കേൾക്കുമ്പോൾ തന്നെ എന്തെങ്കിലും ഒരു തരാറുണ്ടെന്ന് നിങ്ങൾക്ക് തിരിയും. അപ്പോ ചുഴലി മൗലവി പറയാണ്, ഞാനും എന്റെ മക്കളും മാത്രമാണ് ഇപ്പൊ തൗഹീദിലുള്ളത്, ബാക്കിയൊക്കെ ഇസ്ലാമിൽ. എന്നാലും ഇത്ര പെട്ടെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ ഈ രൂപത്തിൽ ഒരുമിച്ച് കൂട്ടും, എന്നിട്ട് ചരിത്രത്തിന്റെ ഒരു ആവർത്തനമാക്കുമെന്ന് പ്രതീക്ഷിച്ചതല്ല. ആദം അലൈഹി സ്വലാത്തു വസ്സലാമും 2 ആമക്കളും, നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമും ഒരാൺമോനും, ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമും 2 ആമക്കളും, യാക്കൂബ് അലൈഹി സ്വലാത്തു വസ്സലാമും 12 ആമക്കളും, മർയം അലൈഹി സ്വലാത്തു വസ്സലാമും ഒരാൺമോനും. അങ്ങനെ ചരിത്രത്തിന്റെ അവസാനത്തെ ബാക്കി 21-ാം നൂറ്റാണ്ടിൽ ചുഴലി അബ്ദുള്ള മൗലവിയും മക്കളും. അതേ കുട്ടികളെ, ഞാൻ പണ്ടൊക്കെ ഇങ്ങനെ തമാശ തന്നെയാ പറയല്, അതൊക്കെയാണ് കാര്യമായത്. പിന്നെ ഇപ്പൊ ആകെ ഉള്ളത് അയാൾ പറയാം, സ്വർഗത്തിക്ക് വിശാലമായ സ്വർഗത്തിലേക്ക് ആകെ കിടക്കാനുള്ള ആരാണ്? ഈ ചുഴലിന്റെ 5-6 ആമക്കൾ. ബാക്കി എല്ലാം ഇസ്ലാമിന് പുറത്താണ്. ഇവിടെയാണ് നാം മനസ്സിലാക്കേണ്ടത്. ചില ആളുകളൊക്കെ പറയൂ, ഇത് രാഷ്ട്രീയക്കാർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ഭിന്നിപ്പ് പോലെ ആ സുന്നി മുജാഹിദുള്ള ഭിന്നിപ്പ്. ഒരിക്കലും അങ്ങനല്ല. ഇസ്ലാമിൽ നിന്ന് പുറത്താക്കുന്ന ഇതുപോലത്തെ പരിപാടിയാണ് അവരെടുത്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പം മനസ്സിലാക്കണം. വേറൊരു മൗലവിയുടെ ഒരു സങ്കടം പറയണം. നിങ്ങളൊക്കെ കേട്ടിട്ടുണ്ടാവും, വേറൊരു മൗലവി ഇങ്ങനെ എപ്പോഴും പ്രസംഗിക്കുന്ന ആളാണ്. ഒരിക്കൽ പ്രസംഗിച്ചു, ആ ക്ലിപ്പ് പ്രാവശ്യം നിങ്ങൾ കേട്ടിരിക്കും. 25 ലക്ഷം ഹാജിമാര് ഹജ്ജിന് പോയിട്ട് അതിൽ ആകെ ഒരു 5 ലക്ഷം ആളുകളെ ഹജ്ജ് സ്വീകരിച്ചിട്ടുണ്ടാകും. ബാക്കിയെല്ലാം പുറത്ത്, ബാക്കിയെല്ലാം ഇസ്ലാമിന്ന് പുറത്ത് എന്നൊക്കെ പറഞ്ഞ് എല്ലാരെയും കാഫറാക്കി പ്രസംഗിച്ചൊരു മൗലവി ഉണ്ട്. ആ മൗലവി ഇപ്പം മുജാഹിദിൽ കുറെ വിഭാഗങ്ങളായപ്പോൾ KNM എന്ന് പറഞ്ഞ ഔദ്യോഗിക വിഭാഗം, അതിന് പുറത്തുള്ള വിഭാഗത്തിലാണ് ഇപ്പൊ ആ മൗലവി ഉള്ളത്. അയാൾ ഈ ഭാഗത്തൊക്കെ പ്രസംഗിക്കുന്ന ആളാണ്. ഇപ്പൊ അയാളെ പറ്റിയിട്ട് KNM എന്ന് പറഞ്ഞ ഔദ്യോഗിക വിഭാഗമൊക്കെ അയാളെ വിളിക്കുന്നത് മുശ്രിക്ക് എന്നാണ്. മുശ്രിക്ക് എന്ന് പറഞ്ഞാൽ ഇസ്ലാം എന്ന് പുറത്തു പോയ ആള് എന്നാണ്. എന്താ കാരണം? അയാൾ അതിന്റെ വിഷമം പറയുന്നുണ്ട്. അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി, അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, സലാസും മിൻ അസ്ലുൽ ഈമാൻ, 3 കാര്യം ഇസ്ലാമിന്റെ അടിസ്ഥാന തത്വമാണ്. അൽ കഫു അമ്മൻ ഖാല ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞ ആളുകൾ, തൗഹീദിൽ വിശ്വസിക്കുന്നവർ, തൗഹീദിന് പ്രവർത്തിക്കുന്നവർ, അഹ്ലുസുന്ന വൽ ജമാഅയുടെ പ്രവർത്തകര്. നമുക്ക് ദീന് കിട്ടിയത് മുത്തുനബിയിൽ നിന്നാണ്, സ്വഹാബത്തിൽ നിന്നാണ്. അതിനെയാണ് നാം അനുധാവനം ചെയ്തത്. അല്ലാഹുവിന്റെ റസൂല് മുതൽ ഇത്രയും കാലം ജീവിച്ച മുഅ്മിനീങ്ങൾ അവർ ഇസ്തിഗാസ അംഗീകരിച്ചിട്ടുണ്ട്, മൗലിദ് ഓതിയിട്ടുണ്ട്, തബറുക്ക് എടുത്തിട്ടുണ്ട്, അറബി ഭാഷയിൽ ഖുത്ബ നടത്തിയിട്ടുണ്ട്. ഇതുപോലുള്ള സൽപ്രവർത്തനത്തിന്റെ പേരിൽ ലോക മുസ്ലിമീ ങ്ങളെ കാഫറാക്കിയപ്പോൾ അള്ളാഹു ഇവർക്ക് കൊടുത്തൊരു പരീക്ഷണാണ്. ഇവരെ കാഫറാക്കാൻ വേറൊരു വിഭാഗത്ത് കൊടുത്തു എന്നുള്ളത് അയാൾ പറഞ്ഞ നിങ്ങളൊന്ന് കേട്ടു. എന്റെ പ്രിയപ്പെട്ടവരെ, ഇരിക്കുന്നവരെ, ഞാൻ കഴിഞ്ഞ ദിവസം വേദനിച്ചു പോയി. എന്താ വേദന? എന്റെ മുഖത്ത് നോക്കി ഒരു KNM-കാരൻ, എടാ മുശ്രിക്കേ, കാഫിറേ, കേരളത്തിലെ സമസ്തയെ പോലെ നീ ശിർക്ക് പ്രചരിപ്പിക്കുകയാണ് കാഫിറേ എന്ന് KNM-കാര് കെട്ടയിച്ചു വിട്ടവർ വിളിക്കുന്നു. നിങ്ങൾ റബ്ബിനെ പേടിച്ചോളി, നിങ്ങൾ റബ്ബിനെ സൂക്ഷിച്ചോളി. ഏതൊരു നാഥന് വേണ്ടി തെരുവിലടി കൊണ്ടുവോ, ഏതൊരു നാഥന്റെ വചനം ക്ഷേത്രത്തിന്റെ അങ്കണത്തിൽ പ്രഖ്യാപിച്ചുവോ, ഏതൊരു നാഥന് വേണ്ടി തൗഹീദ് പറഞ്ഞുവോ, അവരെ മുശ്രിക്കെന്ന് വിളിക്കാൻ നാണമില്ലാത്ത ഈ റമദാനിന്റെ പരിശുദ്ധത കാത്തു സൂക്ഷിക്കാത്ത നിങ്ങളോട് അല്ലാഹ് പൊറുത്തു തരട്ടെ.
അള്ളാഹ് പുറത്തു തരട്ടെ. നമ്മൾ മനസ്സിലാക്കണം, ഇത്രയും കാലം മുസ്ലിമീങ്ങളെ കാഫറാക്കിയ മുജാഹിദ് പ്രസ്ഥാനം ഇപ്പൊ എത്തിയൊരവസ്ഥയാണ്. നാം മനസ്സിലാക്കണം, എന്താണ് ഈ മുജാഹിദും സുന്നിയും തമ്മിലുള്ള തർക്കങ്ങൾ, എന്താ വ്യത്യാസം? എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന ആൾക്ക് ഏത് നല്ല കാര്യമുണ്ടോ അതിനൊക്കെ അവരെതിർക്കും. നമ്മുടെയൊക്കെ മഹല്ലുകളിൽ ഒരാൾ മരണപ്പെട്ടാൽ, ഒരു മുസ്ലിം മരിച്ചാൽ എല്ലാവരും ആ വീട്ടിലേക്ക് പോകും. ആ മരിച്ച മനുഷ്യന്റെ പരിസരത്തിരുന്ന് ഖുർആനോതും. ആ മനുഷ്യന് ഖുർആനോദി ഹദിയ ചെയ്ത് ദുആ ചെയ്യും. പക്ഷേ എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, നമ്മുടെ നാട്ടിൽ ഒരു മുജാഹിദ് ഉണ്ടെങ്കിൽ, ഒരു ജമാഅത്തുകാരനുണ്ടെങ്കിൽ, ഒരു തബ്ലീഗുകാരനുണ്ടെങ്കിൽ, അവൻ ആ വീട്ടിൽ വരും. ഖുർആൻ ഓതാൻ വേണ്ടി അൽ ഫാത്തിഹ എന്ന് പറഞ്ഞാൽ അയാളുമെല്ലാം എഴുന്നേറ്റ് പോകുന്നത് കാണാം. അതെത്ര വലിയ പുണ്യമാണ് മരിച്ച വീട്ടിൽ ഖുർആൻ ഓതുന്നത്. ഇതാരാണ് നമുക്ക് പഠിപ്പിച്ചത്? നമ്മൾ ഉണ്ടാക്കിയതാണോ? ഒരിക്കലും അല്ല. ബഹുമാനപ്പെട്ട അബ്ദുറഹ്മാൻ ഇബ്നു അലാ ഇബ്നു ജലാൽ റളിയല്ലാഹു അൻഹു മരണമാസന്നമായപ്പോൾ തൻ്റെ മോനെ വിളിച്ചുകൊണ്ട് മോനോടൊരു വസിയ്യത്ത് പറയുന്നു. മോനെ, ഇദാ വദഅതനി ഫീ ലഹദി ഫസുന്ന അലയ്യ തുറാബ സുന്ന ثم اقرأ عند رأسي بفاتحة البقرة وخاتمتها وإني سمعت رسول الله صلى الله عليه وسلم يقول ذلك. ഞാൻ മരണപ്പെട്ട എന്നെ ഖബറിൽ വെച്ചാൽ എൻ്റെ ഖബറിൻ്റെ പരിസരത്തു നിന്ന് നീ സൂറത്തുൽ ബഖറ പൂർണ്ണമായും ഓതണമെന്ന് മോനെ വിളിച്ച് വസിയ്യത്ത് ചെയ്യുന്നു. അതേപോലെ തന്നെ ഖബറിൽ വെച്ചും അതുപോലെ വീട്ടിൽ വെച്ചും ഖുർആൻ ഓതാൻ റസൂലുള്ള പഠിപ്പിക്കുന്നു. മുത്തുനബിയിൽ നിന്ന് താബി സ്വഹാബത്ത് പഠിക്കുന്നു. സ്വഹാബത്തിന് താബീങ്ങൾ പിൻപറ്റുന്നു. താബീങ്ങൾ പിൻപറ്റുന്നു. അങ്ങനെ നമ്മുടെ കേരളത്തിൽ നമ്മൾ ചെയ്തു വരുന്നൊരു നല്ല കാര്യമാണ് മരിച്ച വീട്ടിലെ ഖുർആനോത്ത്. ഇമാം സുയൂത്തി റളിയല്ലാഹു അൻഹു ആ വിഷയം ചർച്ച ചെയ്തുകൊണ്ട് അവിടുത്തെ കിതാബിൽ പറയുന്നു. ഇതിന് തെളിവ് കുറെ ഹദീസ് പറഞ്ഞ് ആയത്ത് പറഞ്ഞതിനു ശേഷം പറയുന്നൊരു തെളിവ് എന്നെ ശ്രവിക്കുന്ന മുഅ്മിനീങ്ങൾ മനസ്സിലാക്കണം. വബി അന്നൽ മുസ്ലിമീന മാസാലു ഫീ കുല്ലി അസ്രിൻ വമസ്രിൻ, എല്ലാ സ്ഥലത്തും മുസ്ലിമീങ്ങൾ അവർ മാസാലു ഫീ കുല്ലി അസ്രിൻ വമസ്രിൻ യജ്തമിഊന വയഖറഊനൽ ഖുർആന മിൻ ഗൈരി നകീരിൻ ഫസ്വാറ ദാലിക ഇജ്മാഅ. റസൂലുള്ളാഹിന്റെ കാലം മുതൽ മുസ്ലിമീങ്ങൾ തുറന്നു വരുന്ന നല്ല ഒരു കാര്യമാണത്. ആ ഖുർആൻ ഓതുന്നു. അൻസാരികൾ കാനത്തിൽ അൻസാറു യഖറഊന ഇൻദൽ മയ്യിത്ത് ബി സൂറത്തിൽ ബഖറ. റസൂലുള്ളാഹിന്റെ സ്വഹാബത്ത് അൻസാരികൾ മരിച്ച മയ്യത്തിന്റെ പരിസരത്ത് സൂറത്തുൽ ബഖറ ഓതും. അതുപോലെ മുത്തുനബി തന്നെ പറഞ്ഞു, ഇഖ്റഊ അലാ മൗതാക്കും സൂറത്ത യാസീൻ, നിങ്ങളിൽ മരണപ്പെട്ടവർക്ക് യാസീൻ സൂറത്ത് ഓതണം. അതല്ലേ നമ്മുടെ ഈ നാട്ടിൽ പാരമ്പര്യമായി നടന്നു വരുന്ന മരിച്ചിടത്തുള്ള ഖുർആനോത്ത്. അത് റസൂലുള്ള പഠിപ്പിച്ചതാണ്. ഉമ്മു സലമ ബീബി റളിയല്ലാഹു അൻഹ പറയുന്നു, അബൂ സലമ എന്ന ഭർത്താവ് മരണപ്പെട്ടു. കണ്ണൊക്കെ ചിമ്മി. അല്പം കഴിഞ്ഞപ്പോൾ റസൂലുള്ള വന്നു. ജനങ്ങളൊക്കെ ഇങ്ങനെ കരയുകയാണ്. റസൂലുള്ള അവർക്കൊരു ഉപദേശം കൊടുത്തു. എന്നിട്ട് അവിടെ നിന്ന് ദുആ ചെയ്തു, അല്ലാഹുമ്മ ഗ്ഫിർ ലി അബീ സലമ, അല്ലാഹുവേ അബൂ സലമക്ക് പുറത്തു കൊടുക്കണം റബ്ബേ. വർഫഅ ദറജതഹു ഫിൽ മഹ്ദിയീൻ, സന്മാർഗത്തിന്റെ ആളുകളിൽ പദവി ഉയർത്തി കൊടുക്കണം. വഗ്ഫിർ ലഹു, അവർക്ക് പുറത്തു കൊടുക്കണം. വഫ്സഗ് ലഹു ഫീ ഖബ്രിഹി, ഖബർ വിശാലമാക്കണം. വനവ്വിർ ലഹു ഫീ, ഖബർ പ്രകാശിപ്പിക്കണം. അല്ലാഹ്, ഇത് റസൂലുള്ള പഠിപ്പിച്ചു, സ്വഹാബത്ത് ചെയ്തു, താബിഉകൾ തുടർന്നു വന്നു, ലോക മുസ്ലിമീങ്ങൾ തുടർന്നുകൊണ്ടിരിക്കുന്നു. എന്നാൽ ഒരു മുജാഹിദ് ഒരു നാട്ടിലുണ്ടെങ്കിൽ അയാൾ ചെയ്യേണ്ട പരിപാടി ആദ്യം ഇങ്ങനത്തെ കാര്യങ്ങൾ എതിർക്കും. മരിച്ചിടത്ത് ഖുർആൻ ഓതാൻ സമ്മതിക്കൂല. എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാർ, ഇത് കേവലം ചില അഭിപ്രായ വ്യത്യാസങ്ങളല്ല. ഇങ്ങനത്തെ പുണ്യം നശിപ്പിക്കുവാൻ വേണ്ടിയിട്ട് അവർ ചെയ്യുന്ന പ്രവർത്തനം. ഒരു മൗലവിയോട് ചോദിക്കുന്നുണ്ട്, ഒരു മരിച്ച വീട്ടിൽ വെച്ച് മാതൃഭൂമി വായിക്കലാണോ ഖുർആൻ ഓതുന്നതാണോ പുണ്യം? ആ മൗലവി പറയാണ്, മാതൃഭൂമി വായിക്കലാണ് പുണ്യം എന്നാ ഞാൻ പറയാം. അള്ളാഹുവിന്റെ കലാമായ ഖുർആൻ പാരായണം ചെയ്യലാണോ പുണ്യം മരിച്ച വീട്ടിൽ? അല്ല, മാതൃഭൂമി വായിക്കലാണോ
ആ മൗലവി പറയുന്നു മാതൃഭൂമി വായിക്കലാണ് പുണ്യം എന്ന് ഞാൻ പറയും എന്നൊരു മൗലവി പ്രസംഗം നിങ്ങൾ കേൾക്കണം. ഈ അബ്ദുൽ ലത്തീഫ് കരിമ്പിൽ ഒരു സാധനത്തിന് കേട്ടില്ല, മൂപ്പരിയായിട്ട് ഇവിടെ വെച്ചിട്ട് സുലൈമാൻ സക്കാഫി ഒരു വീട്ടിൽ വെച്ചിട്ട് ഒരു ചെറിയ ഡയലോഗ് നിങ്ങളൊക്കെ അറിഞ്ഞിട്ടുണ്ടാവും കുറച്ചു മുമ്പ്. അപ്പോ അലവി സക്കാഫിന്റെ ചോദ്യം എന്താ ചോദ്യം എന്നറിയോ? ചോദ്യതാണ്, ഒരു മരിച്ച വീട്ടിൽ ഖുർആൻ വായിക്കലാണോ നല്ലത്, മാതൃഭൂമി, മലയാള മനോരമ, മാധ്യമം പോലെയുള്ള പത്രങ്ങൾ വായിക്കലാണോ നല്ലത്? അപ്പോ വിവരല്ലേലോ, അതുകൊണ്ട് മൂപ്പര മറുപടി എന്തറിയോ? ഖുർആൻ വായിക്കലാണ് നല്ലത്. അച്ചോദ്യം എന്നോടാണ്, ഞാൻ എന്താ പറയോ? മാതൃഭൂമി വായിക്കലാണ് നല്ലത്. ക്ഷമിക്കണേ, ശ്രദ്ധിക്കണം, ശ്രദ്ധിക്കാതെ എഴുന്നേറ്റ് പോരുത്, ബാക്കിയുടെ കേട്ടോ എന്താ പറയുന്നത്. ആ ചോദ്യം എന്നോടാണ്, ഞാൻ പറയും മാതൃഭൂമി പത്രം വായിക്കലാണ് ഇവിടെ നല്ലത്. ആ ചോദ്യം എന്നോടാണ്, ഞാൻ പറയും മാതൃഭൂമി പത്രം വായിക്കലാണ് ഇവിടെ നല്ലത്. കലാമുൻ ഖദീമുൻ ലാ യുമല്ലു സമാഉഹു തനസ്സഹ അൻ ഖൗലിൻ വഫിഅലിൻ വനിയതി. ഖുർആൻ അല്ലാഹുവിൻ്റെ കലാമാണ്. അത് പാരായണം ചെയ്യൽ മുസ്ലിമീങ്ങളുടെ പതിവാണ്. അത് പാരായണം ചെയ്യുമ്പോഴും മരിച്ചിടത്തോതുമ്പോൾ മരണപ്പെട്ട കബറാളിക്കതിൻ്റെ ഫലം കിട്ടും എന്നും പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് അൻസാരികളായ സ്വഹാബത്ത് ഖുർആൻ പാരായണം ചെയ്തത്. അതുകൊണ്ടാണ് താബീങ്ങൾ പിന്തുടർന്നത്. അതുകൊണ്ടാണ് ഈ നാട്ടിലെ സുന്നത്തു ജമാഅത്തിന്റെ പ്രവർത്തകർ ഖുർആൻ പാരായണം മരിച്ച വീട്ടിൽ ചെല്ലുന്നത്. റസൂലുള്ളാഹി പഠിപ്പിച്ചത് കൊണ്ടാണ്. എന്നാൽ മുജാഹിദിന്റെ വാദങ്ങൾ മനസ്സിലാക്കണം. അവിടെ മാതൃഭൂമി വായിക്കലാണ് നല്ലത് എന്ന് ഞാൻ പറയും. അതുപോലെയാണ് നമ്മൾ ഏത് ഹൈറായ കാര്യം. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, നമ്മൾ 4 ആൾ ഒരുമിച്ച് കൂടിയാൽ നിസ്കാരം കഴിഞ്ഞു, നിസ്കരിച്ചു കഴിഞ്ഞാൽ നമ്മൾ കൂട്ടുപ്രാർത്ഥന നടത്തും. എന്താ ഈ കൂട്ടുപ്രാർത്ഥന? കൂട്ടുപ്രാർത്ഥന എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോ മഗ്രിബ് നിസ്കരിച്ചു നമ്മുടെ ജുമാഅത്ത് പള്ളിയിൽ. ആ പള്ളിയിൽ നിസ്കരിച്ചു, നിസ്കാരം കഴിഞ്ഞപ്പോൾ ഉസ്താദ് ദുആ ചെയ്തു, അല്ലാഹുമ്മ ഗ്ഫിർ ലനാ ദുനൂബനാ, ഞങ്ങൾക്ക് ദോഷം പുറത്തരണേ റബ്ബേ. ആർക്ക് വേണ്ടിയാ? നമുക്കൊക്കെ വേണ്ടി ഉസ്താദ് ദുആ ചെയ്തു. അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ തിജാറത്തിനാ വഫീ കസ്ബിനാ വഫീ മുആമലാത്തിനാ, ഞങ്ങളെ കച്ചവടത്തിൽ ബർക്കത്ത് തരണം, മക്കൾ ബർക്കത്ത് തരണം. ഉസ്താദുമാർ ദുആ ചെയ്യുന്നു. പുറകിൽ കച്ചവടക്കാരുണ്ടാകും. ഉസ്താദിന് കച്ചവടം ഉണ്ടാവണമെന്നില്ല. അത് ദുആ ചെയ്യുമ്പോൾ നമ്മളൊക്കെ ആമീൻ പറയും. അത് നിസ്കാരത്തിന് ശേഷം റസൂലുള്ളാഹി പറഞ്ഞു, ദുആ തട്ടപ്പെടാത്ത സമയമാണ് ബഅദ സ്വലാത്തി, നിസ്കാരത്തിന് ശേഷം. അതുപോലെ ജൗഫുൽ ലൈൽ, രാത്രിയുടെ ഇരുട്ടിലും എന്ന് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് റസൂലുള്ളാഹി. അതുകൊണ്ട് നമ്മുടെയൊക്കെ പള്ളിയിൽ നിസ്കാരം കഴിഞ്ഞാൽ ഇമാമ തിരിഞ്ഞിരുന്ന് അങ്ങനെ ദുആ ചെയ്യും, നമ്മളൊക്കെ ആമീൻ പറയും. അതെല്ലാവർക്കും വേണ്ടിയുള്ള ഐക്യ കണ്ടേനെ എല്ലാവർക്കും വേണ്ടി ഉസ്താദ് ദുആ ചെയ്യാണ്. ഇത് എത്ര വലിയ പുണ്യകർമ്മമാണ്. ഇതിന് നമ്മൾ പുണ്യകർമ്മമാണ് എന്നതിന് ആയത്തും ഹദീസും നമുക്ക് പറഞ്ഞു തരേണ്ട കാര്യമില്ല. നമ്മുടെ കാര്യം നമ്മുടെ റബ്ബിനോട് ചോദിക്കുകയാണ്. അത് ആരാ നമുക്ക് പഠിപ്പിച്ചത്? ബഹുമാനപ്പെട്ട അസ്വദുൽ അമിരി റളിയല്ലാഹു അൻഹു. അവിടെ തുപ്പയിൽ നിന്ന് ഉദ്ധരിക്കുന്ന ഹദീസ് കാണാം. അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി. നിങ്ങളെല്ലാവരും എഴുന്നേറ്റുന്നൊരു സ്വലാത്ത് ചൊല്ലി പുറകിലാണ് കുറച്ച് മുന്നോട്ട് ഇങ്ങോട്ട് കടന്നു വരണം. അള്ളാഹു നമ്മുടെ മജ്ലിസ് ഖബൂൽ ചെയ്യട്ടെ. മൗലായ സ്വല്ലി വസല്ലിം ദായിമൻ അബദാ അലാ ഹബീബിക ഖൈറിൽ ഖൽഖി കുല്ലിഹിം. മുന്നിലെ കസേരയിൽ കയറിയിരിക്കണം. ദീനിന്റെ മജ്ലിസാണ്, ഇൽമ പറയുന്ന മജ്ലിസാ. വന്നിട്ട് പേരോട് ഉസ്താദ് ഏതാനും നിമിഷങ്ങൾക്ക് മുമ്പ് ഇവിടെ എത്തും. അപ്പം നമ്മുടെ സാസ് ഭദ്രാവണം. വിട്ടു നിൽക്കുന്നവരൊക്കെ അടുത്തേക്ക് വരണം. അള്ളാഹു നമ്മുടെ മജ്ലിസ് കബൂൽ ചെയ്യട്ടെ. ഞാൻ പറഞ്ഞു വരുന്ന വിഷയം, നിസ്കാരത്തിന് ശേഷം നമ്മൾ കൂട്ടുപ്രാർത്ഥന നടത്തും. ആ കൂട്ടുപ്രാർത്ഥന ഒരു പുണ്യമാണ് എന്നതിന് നമ്മൾ കൂടുതൽ വഅദ് പറയേണ്ട ആവശ്യമുണ്ടോ? എന്താ കാരണം? വിശുദ്ധ ഖുർആൻ അത് പഠിപ്പിച്ചിട്ടുണ്ട്. നിസ്കാരത്തിന് ശേഷം ദുആ ചെയ്യാൻ ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. സ്വഹാബത്ത് നിർവഹിച്ചിട്ടുണ്ട്. ബഹുമാനപ്പെട്ട അസ്വദുൽ അമിരി റളിയല്ലാഹു അൻഹു അവിടുത്തെ ബാപ്പയിൽ നിന്ന് ഉദ്ധരിക്കുന്നു. ബാപ്പ പറഞ്ഞു, ബാപ്പയുടെ ഉപ്പ പറഞ്ഞു, വലിയുപ്പ പറഞ്ഞു എന്ന് പറഞ്ഞു. قال صليت مع رسول الله صلى الله عليه وسلم. റസൂലുള്ളാഹിന്റെ കൂടെ ഞാൻ നിസ്കരിച്ചു. വലിയുപ്പ പറയുകയാണ്, ഫലമ്മാ സല്ലമ, സലാം വീട്ടിയപ്പോൾ ഇൻഹറഫ, തിരിഞ്ഞിരുന്നു. നമ്മുടെയൊക്കെ നാട്ടിലെ പള്ളിയിൽ ഉസ്താദ് നിസ്കാരം കഴിഞ്ഞ് തിരിഞ്ഞിരിക്കും പോലെ തിരിഞ്ഞിരുന്നു. എന്നിട്ട് അല്ലാഹുവിന്റെ റസൂൽ വറഫഅയദൈഹി, കൈ ആകാശത്തിലേക്ക് ഉയർത്തി. എന്നിട്ട് റസൂലുള്ള ദുആ ചെയ്തു, അല്ലാഹുമ്മ
ബാരിക് ലനാ ഫീ മദീനത്തിനാ, അല്ലാഹുവേ ഞങ്ങളുടെ മദീനയിൽ ബറക്കത്ത് തരണം അല്ലാഹ്. വബാരിക് ലനാ ഫീ മുദ്ദിനാ വസാഇനാ, ഞങ്ങളുടെ മുദ്ദിലും സാഇലും ബറക്കത്ത് തരണം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ദുആ ചെയ്തു. ആ സ്വഹാബത്തിന്റെ പ്രവർത്തനം, കേരളക്കരയിൽ ദീന് പഠിപ്പിക്കാൻ വന്ന സ്വഹാബത്ത് പള്ളി നിർമ്മിച്ചപ്പോഴവർ ആ നിസ്കാരം ആ രൂപത്തിൽ കാണിച്ചു. നമ്മളങ്ങനെ തുറന്നു വന്നു, അതിങ്ങനെ തുറന്നു വരുന്നു. കാരണം ഒരു സംഘം ഒരുമിച്ച് കൂടി. അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി, അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞ യജ്തമിയു മലഉൻ, ഒരു സമൂഹം ഒരുമിച്ച് കൂടിയില്ല. മലഉൻ ഫയദഉ ബഅദുഹും വയുഅമ്മിനു ബഅദുഹും, ചിലർ ദുആ ചെയ്തു, അതിൽ ചിലരാമീൻ പറഞ്ഞു. അങ്ങനെ കൂട്ടുപ്രാർത്ഥന നടത്തിയ ഒരു സംഘം ഒരുമിച്ച് കൂടിയാൽ ഇല്ലാ അജാബഹുമുല്ലാഹു തആല, അല്ലാഹു അവർക്ക് ഉത്തരം നൽകും. അപ്പൊ സംഘടിതമായി ഒരുമിച്ച് കൂടി ദുആ ചെയ്താൽ അല്ലാഹു ഉത്തരം തരും. അതുകൊണ്ടാണ് സുന്നത്ത് ജമാഅത്തിന്റെ ആളുകൾ നിസ്കാരശം കൂട്ടുപ്രാർത്ഥന നടത്തും. എന്നാൽ ഒരു മുജാഹിദ്, ഒരു ബിദ്അത്തുകാരൻ ഒരു നാട്ടിലുണ്ടെങ്കിൽ നിസ്കാരത്തിന് കൂടും. ആ കൂടിയാൽ തന്നെ നമുക്ക് അയാളെ നോക്കിയാൽ കാണാം അതൊരു അപകടത്തിന്റെ സൂചന ഉണ്ടാവും. തക്ബീർ കെട്ടും, എങ്ങനെ കെട്ടും, ഇങ്ങനെ കെട്ടും. അതെന്നെ ഒരു അപകടം എന്നുള്ളൊരു സൂചനയാണ്. അത് കഴിഞ്ഞ് നിസ്കാരം കഴിഞ്ഞാൽ പിന്നെ ഒരു വെപ്രാളാണ്, വേഗം എണിച്ചങ്ങോട്ട് പോകും. ഇവിടെ എന്തോ ഒരു തെറ്റ് ചെയ്യാണ് എന്ന രൂപത്തിലാണ് ആ മൗലവി എണിച്ചു പോകുക. അപ്പം നമ്മൾ വിചാരിക്കണ്ടില്ലേ, ഓ ഓനങ്ങ് പോയി, നമ്മൾ പ്രശ്നം ഉണ്ടാക്കണ്ട എന്നൊക്കെ നമ്മൾ ചിന്തിക്കും. എൻ്റെ പ്രിയപ്പെട്ട സഹോദര, നമ്മൾ ഇരിക്കുന്നവരല്ലേ, നമ്മൾ ഇരുന്ന് ദുആ ചെയ്യുന്ന നമ്മൾ, നമ്മുടെ പ്രമാണത്തെക്കുറിച്ച് നമുക്ക് ബോധം ഉണ്ടാവണ്ടേ? നല്ല സ്നേഹത്തോടെ ആ സുഹൃത്തിനെ തിരുത്താൻ കഴിയണ്ടേ? അതിനുവേണ്ടിയാ SYS പട്ടണങ്ങളുടെ ജനത്തിരക്കുകളിൽ മുസ്ലിം ജമാഅത്ത് ആദർശ സമ്മേളനം നടത്തുന്നത്. അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി, അല്ലാഹുവിന്റെ റസൂൽ പറയാണ്, അങ്ങനെ ഒരു സംഘം ഒരുമിച്ച് കൂടി ദുആ ചെയ്താൽ അല്ലാഹു ഉത്തരം തരും. എന്നാൽ നിങ്ങൾ മനസ്സിലാക്കണം, മുജാഹിദിന്റെ ഒരു നേതാവ് കൂട്ടുപ്രാർത്ഥനയെ പറ്റി പറയുന്നു. അതുപോലെ തന്നെ സുബഹിക്ക് നമ്മൾ ഒരുമിച്ച് കൂടുകയാണെങ്കിൽ സുബഹിക്ക് നമ്മൾ ഖുനൂത്ത് ഓതും അല്ലേ? എന്താ ഖുനൂത്ത്? اللهم اهدنا فيمن هديت وعافنا فيمن عافيت وتولنا فيمن توليت وبارك لنا فيما أعطيت. നമുക്കെല്ലാവർക്കും വേണ്ടി പ്രഭാത സമയത്തുള്ള ഒരു ദുആ ആണ്. അത് നിസ്കാരത്തിലാണ് ഖുനൂത്ത് എന്നതിന് പറയും. നമ്മുടെ ഹൃദയത്തിന്റെ അടിത്തട്ടിൽ നിന്ന് പ്രഭാതത്തിൽ ആമീൻ പറയും. എത്ര അർത്ഥവത്താണ് ഖുനൂത്ത്. ബാരിക് ലനാ ഫീമാ അഅ്തൈത്, നീ തന്നതിലൊക്കെ ബർക്കത്ത് തരണം അല്ലാഹ്. തന്നതാണ് കച്ചവടം, റബ്ബ് തന്നതാണ് മക്കള്, റബ്ബ് തന്നതാണ് സമ്പത്ത്, റബ്ബ് തന്നതാണ് ആരോഗ്യം, റബ്ബ് തന്നതാണ് നാവ്, റബ്ബ് തന്നതാണ് സർവസ്വവും. എല്ലാം അല്ലാഹുവിൻ്റെതാണ്. അതിലൊക്കെ ഗുണം വേണം എന്നതൊരു തേട്ടമാണ്, ഒരു ദുആയാണ്. ആ ദുആ ചെയ്യുന്നു നമ്മൾ. അവിടെ നിന്ന് പുറകുന്ന് നമ്മൾ ആമീൻ പറയുന്നു. അതിൻ്റെ പ്രത്യേക സ്ഥലത്ത് നമ്മൾ കൂടെ ഇമാമിൻ്റെ കൂടെ അതും പറയുന്നു. അത് കഴിഞ്ഞ് നമ്മൾ സുബഹി നിസ്കരിച്ച് കൂട്ടുപ്രാർത്ഥനയും കഴിഞ്ഞ് പിരിഞ്ഞു പോരുമ്പോൾ കൂട്ടത്തിലൊരു മുജാഹിദ് ഉണ്ടെങ്കിൽ ഖുനൂത്തിന്റെ സമയത്തൊരു വെപ്രാളാണ്, കൈ പൊക്കൂല, ആമീൻ പറയൂല. ഇങ്ങനത്തെ നല്ല കാര്യത്തിനൊക്കെ അവരെതിരാണ്. ഇതാരാ നമുക്ക് പഠിപ്പിച്ചത്? അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മുഹമ്മദുൻ സയ്യിദുൽ കൗനൈനി വത്തഖലൈനി വൽ ഫരീഖൈനി മിൻ ഉർബിൻ വമിൻ അജമി മൗലായ وصل دائما أبدا حبيبك خير للخلق كلهم نبينا الأمير النهي فلا أحد أبر في قولي لا منه ولا نعمي مولاي صل وسلم دائما أبدا
على حبيبك خير الخلق كلهم റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സുബഹി നിസ്കരിക്കുമ്പോൾ ഫലം യസൽ യഖ്തു ഫി സുബ്ഹി സുബഹിക്ക് റസൂലുള്ളാഹ് ഖുനൂത്ത് ഓതിക്കൊണ്ടിരുന്നു ഹത്താ ഫറഖ ദുനിയാ ദുനിയാവിന്ന് വിട പറയുന്നവരെ മുത്തുനബിയുടെ സുബഹിയിൽ ഖുനൂത്തുണ്ട്. അതാണ് നമ്മൾ പിൻപറ്റി വരുന്നത്, നമ്മുടെ പള്ളികളിൽ ഓതിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ഒരു മുജാഹിദ് പറയാണ്, നിങ്ങൾ കേൾക്കണം, ആ ഖുനൂത്ത് ചെല്ലുന്നതും നിസ്കാരത്തിന് ശേഷം ദുആ ചെയ്യുന്നതും അത് രണ്ടിന്റെയും പുണ്യവും ഹദീത്തൊക്കെ നമ്മൾ പഠിച്ചല്ലോ. നമ്മൾ മനസ്സിലാക്കാം, അത് രണ്ടിനെ പറ്റിയും ഒരു മുജാഹിദ് മൗലവി പ്രസംഗിച്ചിട്ട് പറയാണ് അതിനേക്കാൾ നല്ലത് വ്യഭിചരിക്കലാണ്. ഒരു തിന്മ ഒരാൾ വ്യഭിചരിക്കുന്നതിനേക്കാൾ, ഒരാൾ മദ്യപിക്കുന്നതിനേക്കാൾ, ഒരാൾ പലിശ കൊടുക്കുന്നതിനേക്കാൾ, ഒരാള് ഈ നിലക്ക് അധർമ്മം പ്രവർത്തിക്കുന്നതിനേക്കാൾ, അളവിലും ദുഃഖത്തിലും കൃത്രിമം പ്രവർത്തിക്കുന്നതിനേക്കാൾ പിശാചിന് ഏറ്റവും ഇഷ്ടം നമസ്കാരത്തിന് ശേഷമുള്ള കൂട്ടുപ്രാർത്ഥനയാകുന്ന ബിദ്അത്ത്, സുബഹിക്ക് ശേഷമുള്ള ഖുനൂത്താകുന്ന ബിദ്അത്ത്. ഒരാൾ വ്യഭിചരിക്കുന്നതിനേക്കാൾ വലിയ തിന്മ. സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, നിങ്ങൾ മനസ്സിലാക്കണേ, മൗലവി ഏതാ നിങ്ങൾക്കൊക്കെ തിരിഞ്ഞല്ലോ. അയാളാണ് കുറച്ച് നേരത്തെ ഞാൻ ക്ലിപ്പിട്ടിരുന്നു. അയാൾ പറഞ്ഞു അയാളിപ്പോൾ എല്ലാവരും മുശ്രിക്കാന്ന് പറയാണ്. റസൂലുള്ളാഹിന്റെ സുന്നത്തിനെ പറ്റി ഇങ്ങനൊക്കെ പറഞ്ഞ് അള്ളാഹു കൊടുക്കുന്ന അള്ളാഹുവിന്റെ റസൂലിന്റെ സ്വഹാബത്ത് അവർ ചെയ്ത കാര്യത്തൊക്കെ ഇങ്ങനെ നിസ്സാരപ്പെടുത്തിയാൽ എന്നാൽ ഖുനൂത്താകുന്ന ബിദ്അത്ത് വ്യഭിചാരത്തെക്കാൾ ഇബ്ലീസിന് ഇഷ്ടാണ്. നമ്മൾ മനസ്സിലാക്കണം, കൂട്ടുപ്രാർത്ഥനയിൽ എങ്ങനെയാ തെറ്റാകുന്നത്. എന്റെ ശബ്ദം ശ്രവിക്കുന്ന ബിദ്അത്തുകാരന്റെ കെണിവലയിൽ പെട്ടുപോയവരുണ്ടെങ്കിൽ നെഞ്ഞത്ത് കൈവച്ച് ചിന്തിക്കണം. ഹൃദയത്തിന്റെ അടിത്തട്ടിൽ നിന്ന് സ്നേഹത്തോടെ ഞാൻ ചോദിക്കട്ടെ, എന്റെ കൂട്ടുകാരാ, അതെങ്ങനെയാ തെറ്റാകുന്നത്? നിസ്കാരത്തിന് ശേഷം മുഅ്മിനീങ്ങളിൽ ദുആ ചെയ്യുന്നു, അത് റസൂൽ ദുആ ചെയ്യുന്നു, സ്വഹാബത്ത് ദുആ ചെയ്യുന്നു, താബിഈങ്ങൾ പിൻപറ്റുന്നു. ഖുനൂത്ത് റസൂൽ വഫാത്താകുന്നവരെ സുബഹിക്ക് ഖുനൂത്ത് ഓതി നമ്മുടെ പള്ളിയിൽ ഖുനൂത്ത് നിസ്കരിക്കുന്നു. മുജാഹിദ് പറയാണത് തെറ്റാണ് എന്ന്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, അതിനേക്കാൾ ഗൗരവല്ലേ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി. അല്ലാഹുവിൻ്റെ റസൂൽ ജനിച്ച മാസം റബീഉൽ അവ്വലാണ്. ആർക്കെങ്കിലും അതിൽ തർക്കമുണ്ടോ? റബീഉൽ അവ്വൽ മാസത്തിൽ മുഅ്മിനീങ്ങൾ ഒരുമിച്ച് കൂടും. റബീഉൽ അവ്വൽ 12-നും അല്ലാതെയും മൗലിദിന്റെ ഇരടികൾ നമ്മുടെയൊക്കെ പള്ളികളിൽ സജീവമായി മൗലിദിന്റെ ഇരടികൾ മുഴങ്ങി കേൾക്കും. റസൂലുള്ളാഹിക്ക് സലാം പറയും, അസ്സലാമു അലൈക യാ ഖൈറൽ അനാമി, അസ്സലാമു അലൈക യാ ബദ്റ തമാമി. അതിങ്ങനെ കേൾക്കുമ്പോൾ ഈമാനുള്ള മനുഷ്യന്റെ മനസ്സിനൊരു കുളിര അല്ലേ? റബീഉൽ അവ്വലായാൽ മൗലിദ് സജീവമാകും, അശ്റക്ക സജീവാകും. റസൂലുള്ള ജനിച്ച ദിവസം മുഅ്മിനീങ്ങൾ സന്തോഷിക്കുന്നു. ആ സന്തോഷ പ്രകടനായി തിരുനബിയുടെ പ്രകീർത്തനം പറയുന്നു. ഇവിടെ സാധാരണക്കാര് മനസ്സിലാക്കാൻ ഞാൻ ചെറിയൊരു ഉദാഹരണം പറയാം. ശിശുദിനം ആഘോഷിക്കാറുണ്ട്. എന്താ ശിശുദിനവുമായി ബന്ധപ്പെട്ട് ജവഹർലാൽ നെഹ്റുവിന്റെ ജന്മദിനമായി ബന്ധപ്പെട്ട് ശിശുദിനം ആഘോഷിക്കും. അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയ നേതാവ് മരിച്ച ദിവസം അദ്ദേഹത്തെ അനുസ്മരിക്കും. അപ്പൊ അങ്ങനൊക്കെ നടക്കുമ്പോൾ അതിനെയൊന്നും സ്വാഭാവികമായിട്ടും ഒരു വിദ്യാർത്ഥികാരൻ എതിർക്കൂല. പക്ഷേ റസൂലുള്ളാഹി ജനിച്ച ദിവസം അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി, നിങ്ങൾ ഉറക്ക സ്വലാത്തിൽ നാം അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി മുത്തുനബി ജനിച്ച ദിവസം റബീഉൽ അവ്വൽ 12-ന് നമ്മുടെ പള്ളിയിൽ മൗലിദ് നടക്കും. മദ്രസയിൽ നീബിലാദ് ആഘോഷ പരിപാടി നടക്കും. അപ്പോഴതാ മുജാഹിദ് ഒരു ചോദ്യം ചോദിക്കും, എന്താണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ടോ? പഠിപ്പിച്ചിട്ടുണ്ട്. ബഹുമാനപ്പെട്ട ആമിറുൽ അൻസാരി റളിയല്ലാഹു അൻഹു, ബഹുമാനപ്പെട്ടവർ പറയുന്നു, അബൂദർദാ റളിയല്ലാഹു അൻഹു ഒന്നുറക്ക തർദിയത്തു ചൊല്ലണേ. സയ്യിദുനാ അബൂദർദാ റളിയല്ലാഹു അൻഹു ആമിറുൽ അൻസാരിയുടെ വീട്ടിലേക്ക് അതാ പോകുകയാണ്.
ഒരു ദിവസം ചെല്ലുന്നു. അവിടെ ചെന്നപ്പോൾ അമീറുൽ അൻസാരി ചെയ്യുന്നത് വകാന യുഅല്ലിമു വഖാഇയ വിലാദതിഹി ലിഅബ്നാഇഹി വഅശീറതിഹി, കുടുംബക്കാരെയും നാട്ടുകാരെയും ഒക്കെ ഒരുമിച്ച് കൂട്ടിയിട്ട് അവിടുന്ന് റസൂലുള്ളാഹി ജനിച്ച സമയത്തുള്ള അത്ഭുതങ്ങൾ പ്രസംഗിക്കുകയാണ്. അവിടെ എത്തിയപ്പോൾ തിരുനബി ചെന്ന സമയം അവിടെ അബൂദർദാ റളിയല്ലാഹു അൻഹു പറയുന്നു, എൻ്റെ കൂടെ മുത്തുനബിയുമുണ്ട്. രണ്ടുപേരും ഉള്ളപ്പോൾ അബൂദർദാ റളിയല്ലാഹു അൻഹുവിൻ്റെയും തിരുനബിയുടെയും മുന്നിൽ വെച്ച് റസൂൽ ബഹുമാനപ്പെട്ട അമീറുൽ അൻസാരി ഇത് പറഞ്ഞിട്ട് പറഞ്ഞു, ഹാദൽ യൗം, അതിന്നാണ് റബീഉൽ അവ്വൽ 12-നാണ് ഒരുമിച്ച് കൂടിയത്. അവിടുത്തെ മദ്ഹ് പറഞ്ഞത് നമ്മുടെ പള്ളിയിൽ മീലാദാഘോഷ പരിപാടി നടക്കും പോലെ അതാ ആമിറുൽ അൻസാരിയുടെ വീട്ടിലും ഒരു മീലാദാഘോഷ പരിപാടി നടക്കുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അത് കഴിഞ്ഞപ്പോഴവിടുന്ന് സംസാരിച്ചിട്ട് പറഞ്ഞു, യാ ആമിർ ഇന്നല്ലാഹ ഫതഹ ലക അബ്വാബർ റഹ്മാൻ. ആമിറേ, നിനക്കല്ലാഹു കാരുണ്യത്തിന്റെ കവാടം തുറന്നു തരും. അത് പറഞ്ഞിട്ട് മുത്തുനബി രണ്ടാമത് പറഞ്ഞ കാര്യം നമ്മയൊക്കെ ഉൾപ്പെടുത്തിയിട്ടാണ്. വൽ മലായികതു, അല്ലാഹുവിൻ്റെ മലക്കുകൾ യസ്തഗ്ഫിറൂന, പൊറുക്കലിനെ ചോദിക്കും. മൻ ഫഅല ഫിഅലക വനജാ നജാതക, നിന്റെ ഈ പ്രവർത്തനം നടത്തിയവർക്ക് വേണ്ടി അല്ലാഹുവിൻ്റെ മലക്കുകൾ പൊറുക്കലിനെ ചോദിക്കും. നിനക്ക് വേണ്ടി മാത്രമല്ല, നീ ചെയ്തത് മുത്തുനബിയുടെ ജന്മദിനത്തിൽ, അല്ലാഹുവിൻ്റെ റസൂലിന്റെ ജന്മദിനത്തിൽ കുടുംബക്കാരെ ഒരുമിച്ച് കൂട്ടി ചരിത്രം പറഞ്ഞ് പ്രസംഗിച്ചതാണ്. നിന്റെ ഈ പ്രവർത്തനം നടത്തിയവർക്ക് വേണ്ടി അല്ലാഹു തആല, അല്ലാഹുവിന്റെ മലക്കുകൾ പൊറുക്കലിനെ ചോദിക്കും. ഏത് പ്രവർത്തനം? റബീഉൽ അവ്വൽ 12 മീലാദാഘോഷ പരിപാടി. എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, മൗലിദ് ഓതും. എന്താ മൗലിദ്? നമ്മൾ മനസ്സിലാക്കണം. എന്താ മൗലിദ്? റസൂലുള്ളാഹിന്റെ മദ്ഹ് പറയൽ. റസൂലുള്ളാഹിന്റെ മദ്ഹ് പറയൽ. അന്ത ഉമ്മുൻ അം അബൂ മാ റഅയ്നാ ഫീഹിമാ മിസ്ല ഹുസ്നിക ഖത്തു യാ സയ്യിദി ഖൈറൻ നബി ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദു റസൂലുള്ളാഹ്. ഉമ്മയോ ഉപ്പയോ അവരിലൊന്നും അങ്ങയെപ്പോലത്തെ സൽഗുണങ്ങൾ കണ്ടിട്ടില്ല നബിയെ എന്നിങ്ങനെ പറയാൻ റസൂലുള്ളാഹിന്റെ മദ്ഹ്. ഇത് ചൊല്ലിയാൽ, മൗലിദ് ഓതിയാൽ മുജാഹിദ് പറയുന്നത് തെറ്റാ. പക്ഷേ ഈ മുജാഹിദീങ്ങൾ തന്നെ അവരെ നേതാക്കന്മാരെ മദ്ഹ് പറയും. അതവർക്ക് തെറ്റുമല്ല. നമ്മൾ മനസ്സിലാക്കണം. മീലാദാഘോഷ പരിപാടിയെപ്പറ്റി എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന ബിദ്അത്തിന്റെ കെണിവലയിൽ പെട്ടുപോയവരുണ്ടെങ്കിൽ വിനയത്തോടെ ഞാനൊരു കാര്യം പറയട്ടെ. ഈ നബിദിനാഘോഷത്തിന്റെ വിഷയത്തിൽ നമ്മൾ തർക്കത്തിലുള്ളതാണ്. അതിന് ഞാനൊരു മധ്യസ്ഥനെ കൊണ്ടുവരാം. മുജാഹിദൊക്കെ നേതാവായി പരിചയപ്പെടുത്തുന്ന സാക്ഷാൽ ഇബ്നു തൈമിയ്യ. ആ ഇബ്നു തൈമിയ്യക്ക് ഒരു കിതാബുണ്ട്, ഇഖ്തിലാഉസ് സിറാത്തുൽ മുസ്തഖീം. ആ കിതാബിൽ അദ്ദേഹം ഈ വിഷയം ചർച്ച ചെയ്യുന്നു. എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, മുജാഹിദുകൾ അംഗീകരിക്കുന്ന നേതാവ്, ജമാഅത്തുകാർ അംഗീകരിക്കുന്ന നേതാവ്, ആ നേതാവിൻ്റെ ഇഖ്തിലാഉസ് സിറാത്തുൽ മുസ്തഖീമിൽ അദ്ദേഹം ഈ വിഷയം പറഞ്ഞിട്ട് പറഞ്ഞു, ഫതഅലീമുൽ മൗലിദി വത്തിഖാദുഹു മൗസിമൻ, മൗലിദിനെ ബഹുമാനിക്കലും അതിനെ വാർഷികാഘോഷമായി കൊണ്ടാടലും ഖദ് യഫ്അലുഹു ബഅദുന്നാസ്, ചിലരെങ്ങനെ ചെയ്യുന്നുണ്ട്, അതിൽ കൂലിയുണ്ടോ എന്നതിലാണ് തർക്കം. വയകൂനു ലഹു ഫീഹി അജ്റുൻ അദീം, അവർക്കതിൽ വലിയ കൂലിയുണ്ട്. നമ്മുടെ പള്ളിയിൽ മീലാദാഘോഷ പരിപാടി റബീഉൽ അവ്വൽ നടക്കും, പരിസരത്തെ സുന്നി പള്ളികളിൽ നടക്കും. മുജാഹിദിന്റെ പള്ളിയിൽ ആ മാസത്തിൽ ഒരു പരിപാടിയും നടക്കില്ല. എന്നാൽ ഈ തർക്കത്തിൽ ഒരു മധ്യവർത്തിയെ ഞാൻ കൊണ്ടുവരുന്നു. ആരാണ് ആ മധ്യവർത്തി? മുജാഹിദുകൾ നേതാവാണെന്ന് പരിചയപ്പെടുത്തിയ ഇസ്ലാഹി പ്രസ്ഥാന ചരിത്രത്തിനൊരാമുഖം എന്ന പുസ്തകമുണ്ട്. ആ പുസ്തകത്തിൽ അവർ
എഴുതി വെച്ചു. ഈ പ്രസ്ഥാനത്തിന്റെ പതാക വാഹനാണ് ഇബ്നു തൈമിയ്യയും അതുപോലെ ഇബ്നു ഖയ്യിമും എന്ന് പരിചയപ്പെടുത്തിയിട്ടുണ്ട്. ആ ഇബ്നു തൈമിയ്യയുടെ കിതാബാണ് ഇഖ്തിലാഉ സിറാത്തുൽ മുസ്തഖീം. അതിലവർ എഴുതി വെക്കുകയാണ്, മൗലിദ് ആഘോഷിക്കലും മീലാദാഘോഷ പരിപാടിയും അത് വാർഷികാഘോഷമായി കൊണ്ടാടലും പുണ്യമുള്ളതാണ്. ലിഹുസ്നി ഖസ്ദിഹി, ഉദ്ദേശം നന്നായതിനു വേണ്ടി, വതഅളീമിഹി ലിറസൂലില്ലാഹ്, അല്ലാഹുവിൻ്റെ റസൂൽ ആദരിച്ചതിന് വേണ്ടി. എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, എന്ന് നമ്മൾ മനസ്സിലാക്കണം, ഇത്ര വലിയ പുണ്യകർമ്മമായ നബിദിനാഘോഷം ഇത് നടത്തുന്നതിനെ പറ്റിയിട്ട് ഈ നേരത്തെ പ്രസംഗിച്ച് ഈ മൗലവി പറയാണ്, മൗലിദാഘോഷം മീലാദാഘോഷം നടത്തുന്നു, റബീഉൽ അവ്വൽ 12 മീലാദാഘോഷിക്കുന്നു. ഒരു കല്ല്, ആ കല്ലിങ്ങനെ എടുത്തിട്ടിടലും നബിദിനാഘോഷവും ഏതാണ് പുണ്യം ചോദിച്ചാൽ ഞാൻ പറയും കല്ലെടുത്തിടലാണ്. അത്ര വരെ പുണ്യല്ല റസൂലുള്ളാഹിന്റെ ജന്മദിനത്തിന് എന്ന് ഒരു മൗലവി പ്രസംഗിക്കാൻ. ഒരു കല്ല് നിങ്ങൾ റോട്ടിൽ നിന്ന് നീക്കുന്നു, അതിന്റെ പുണ്യം പോലും ഇല്ല നബിദിനത്തിന്. ഒന്നുകൂടെ പറയാ, ഒരു ചെറിയ കല്ല് റോട്ടിൽ നിന്ന് അങ്ങോട്ട് നീക്കുന്നതിന്റെ പുണ്യം പോലും ഇല്ല ജന്മദിനത്തിന്, റസൂലിന്റെ ജന്മദിനത്തിന്. ഒന്നുകൂടെ ക്ലിയർ ആയി പറയാം, ഒരു നഖം വെട്ടിക്കളയുന്നതിന്റെ പുണ്യം പോലുമില്ല. മനസ്സിലായോ? ഒരാളെ നോക്കി അസ്സലാമു അലൈക്കും എന്ന് പറയുന്നതിന്റെ പുണ്യം പോലുമില്ല. ഒരാളെ നോക്കി ഒന്ന് ചിരിക്കുന്ന പുണ്യം പോലുമില്ല. ഇനി അതിൽ ചെറുതായിട്ട് എന്തേ അതും. പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഒരു നേതാവ് ആ നേതാവിന്റെ ജന്മദിനം ആഘോഷിക്കാൻ പാടില്ല എന്ന് പറയുന്നൊരു കൂട്ടര് ഈ ലോകത്തുണ്ടെങ്കിൽ ഈ ബിദ്അത്തുകാരല്ലാതെ മറ്റാരുമില്ല. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇതുപോലെ ഏത് നല്ല കാര്യവും ഏത് നല്ല കാര്യത്തിനും അവരെതിരാ. ഒരു നബിദിന പരിപാടി ഒരു മഹല്ല് നടക്കുകയാണെങ്കിൽ എന്തൊക്കെ നടക്കും? ആ പള്ളിയുടെ വരുമാനത്തിന് കുറെ ആൾ സ്വതക്ക ചെയ്യും, വഅള് നടക്കും, ദിക്റ് ചൊല്ലും, ദുആ ചെയ്യും, ഭക്ഷണം ഉണ്ടാക്കും, അത് കൊടുക്കും. ഓരോന്നും എടുത്ത് നമ്മൾ ചർച്ച ചെയ്താൽ എല്ലാം വലിയ പുണ്യകർമ്മമാണ്. ആയത്തും ഹദീസും കൊടുത്ത് ഓരോന്നും ചർച്ച ചെയ്താൽ എല്ലാം ഇബാദത്താ. അതിനൊക്കെ മുടക്കാനാണ് ഒരു മുജാഹിദ് ഒരു നാട്ടിലുണ്ടെങ്കിൽ ആ മുജാഹിദ് അതിന് എതിരാണ്, അതിനെതിർക്കും. ഇതെന്താ കാരണം? നേരത്തെ എൻ്റെ പ്രിയപ്പെട്ട അസ്ലം സഖാഫി ചുരുങ്ങിയ വാക്കിൽ അർത്ഥഗർഭമായൊരു വാക്ക് പറഞ്ഞു. ഇബ്ലീസിന്റെ എല്ലാ പ്രവർത്തനവും നിർവഹിക്കാൻ വേണ്ടിയിട്ട് ഉള്ളൊരു വിഭാഗമാണ് എന്ന് പറഞ്ഞ ഒറ്റ വാക്കിന്റെ വിശദീകരണമായി ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നാം മനസ്സിലാക്കണം എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഇനി നമ്മൾ മനസ്സിലാക്കണം, ഒരു ഇബാദത്ത് നടക്കുകയാണെങ്കിൽ അതിനെ ബാത്തുലാക്കാനുള്ള എല്ലാ പണിയും അവരെടുത്തുണ്ടാവും. നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ഇബാദത്ത് അതിൽപ്പെട്ടതാണ് വെള്ളിയാഴ്ചയിൽ ഖുതുബ നടക്കുക എന്നുള്ളത്, അല്ലേ? വെള്ളിയാഴ്ച മറ്റു ദിവസം പോലെയല്ല. അഫ്ളലു അയ്യാമിക്കും യൗമുൽ ജുമുഅ, നിങ്ങളുടെ ദിവസത്തിൽ ഏറ്റവും പവിത്രതയുള്ളത് വെള്ളിയാഴ്ചയാണ്. ആ വെള്ളിയാഴ്ച കുളിച്ചൊരുങ്ങി പള്ളിയിൽ പോകും, എന്നിട്ട് അവിടെ നിന്ന് ഖുതുബയോതും. ആ ഖുതുബ എന്ന് പറഞ്ഞാൽ എന്താണ്? അതൊരു ഇബാദത്താണ്, അതൊരു ദിക്റാണ്. ഖുർആനിൽ അല്ലാഹു ഖുതുബയെ പറ്റി പറഞ്ഞത് എങ്ങനെയാണ്? യാ അയ്യുഹല്ലദീന ആമനൂ ഇദാ നൂദിയ ലിസ്സലാത്തി മിൻ യൗമിൽ ജുമുഅത്തി ഫസ്ഔ ഇലാ ദിക്രില്ലാഹ്. ഏ സത്യവിശ്വാസികളെ, ഇദാ നൂദിയ ലിസ്സലാത്തി, നിസ്കാരത്തിന് നിങ്ങളെ വിളിക്കപ്പെട്ടാൽ യൗമുൽ ജുമുഅ വെള്ളിയാഴ്ച ദിവസം, ഫസ്ഔ നിങ്ങൾ ഉളരിപ്പോവണം, പെട്ടെന്ന് പോവണം, ഇലാ ദിക്രില്ല, അല്ലാഹുവിന്റെ ദിക്റിലേക്ക്. ഏതാണ് ദിക്റ്? ഏതാണ് ദിക്റ്? അദ്ദിക്റുല്ലദീ യഫ്അലു ബഅദൻ നിദാഇ അൽ ഖുതുബ. ബാങ്കിന് ശേഷം നടക്കുന്ന ദിക്ർ എന്ന് പറഞ്ഞത് അത് ഖുതുബയാണ്. ആ ഖുതുബ അത് അറബി ഭാഷയിൽ ഓതുക എന്നത് വിശുദ്ധ ഇസ്ലാമിന്റെ ഒരു ചര്യയാണ്. നാം മനസ്സിലാക്കണം, ദിക്ർ എന്നുള്ള നല്ല ശ്രദ്ധിക്കണം നമ്മൾ. അന്നേരായ പേരോട് ഉസ്താദ് ഏതാനും നിമിഷങ്ങൾക്ക് മുമ്പ് ഇവിടെ എത്തും. ബഹുമാനപ്പെട്ട കാട്ടിപ്പാറ സഖാഫി, അള്ളാഹു ആഫിയത്തും ഇസ്സത്തുമുള്ള ഈ ആദർശ സമ്മേളനം തുടങ്ങിയത് മുതൽ ഒരു ദിവസം 5-8 കോൾ എനിക്ക് തന്നെ ഉസ്താദിന്റെ വരാറുണ്ട്. എനിക്ക് വല്ലാത്ത സന്തോഷം തോന്നി. ഒരു സന്തോഷിപ്പിക്കുന്നൊരു നേതാവാണ്. അള്ളാഹു ഇസ്സത്ത് നൽകട്ടെ.
പറഞ്ഞു വന്ന വിഷയം എൻ്റെ പ്രിയപ്പെട്ട സഹോദരൻ, ദിക്ർ എന്നാണ് ഖുർആനിൽ പറഞ്ഞത്. ദിക്ർ, നമ്മൾ ദിക്ർ എന്ന് പറഞ്ഞാൽ സാധാരണക്കാർക്ക് മനസ്സിലാൻ പറയാ, ഏത് ദിക്റും നമ്മൾ ചൊല്ലുന്നത് അറബി ഭാഷയിൽ, അൽഹംദുലില്ലാഹ് അറബി ഭാഷയിൽ, പരസ്പരം കണ്ടുമുട്ടി അസ്സലാമു അലൈക്കും അത് അറബി ഭാഷയിൽ, ഒരാൾ മരിച്ചു എന്നുള്ള വിവരം അറിയുന്നു ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ, അത് ഇസ്ലാമിന്റെ ഭാഷാപരമായ ഒരു ഐക്യമാണ്. അത് ഇംഗ്ലീഷുകാരനും അതുപോലെ തന്നെ മലയാളിയും ആഫ്രിക്കക്കാരനും അറബിയും തുർക്കിയും എല്ലാവരും ദിക്റൊക്കെ അറബിയിൽ ചൊല്ലും. അതുപോലെയാണ് ഖുതുബ എന്നുള്ളത്. അതുകൊണ്ടാണ് മാലിക് റളിയല്ലാഹു അൻഹുവിന്റെ നേതൃത്വത്തിൽ സ്വഹാബത്ത് കേരളക്കരയിൽ വന്ന് പള്ളികൾ നിർമ്മിച്ചപ്പോൾ ആ 11 പള്ളികളിലും അള്ളാഹുവിന്റെ റസൂലിൽ നിന്ന് ഇബാദത്ത് കണ്ടും കേട്ടും പഠിച്ചു മനസ്സിലാക്കിയ സ്വഹാബത്ത് ഖുതുബ നടപ്പാക്കിയപ്പോൾ അറബിയിൽ തന്നെ അവർ ഖുതുബ ഓതി. ആ പാരമ്പര്യം ഇങ്ങനെ തുടർന്നു വരികയാണ്. അതിനിടയിൽ ആ പാരമ്പര്യത്തിന് തകർച്ച തുടങ്ങിയ തുർക്കിയിലെ മുസ്തഫ കമാൽ പാഷയുടെ വരവോടുകൂടിയാണ്. മുസ്തഫ കമാൽ പാഷ അറബി ഭാഷയ്ക്ക് എതിരാണ്. അതുകൊണ്ട് അറബി ഭാഷ ഇല്ലായ്മ ചെയ്യാൻ വേണ്ടി ആദ്യം തന്നെ ഖുതുബ പരിഭാഷപ്പെടുത്തി തുർക്കി ഭാഷയിൽ ഓതാൻ അദ്ദേഹം പറഞ്ഞു. തഫ്സീറുൽ മനാർ എന്ന് പറഞ്ഞ റഷീദുദ്ദീനയുടെ തഫ്സീറുണ്ട്. ആ തഫ്സീറിൽ ഈ സംഭവം അയാൾ പറഞ്ഞു, ലാ യസാലൂന യഖറഊനൽ ഖുർആനി വഅദ്കാറ സ്വലാത്തി വഖുതുബത്തൽ ജുമുഅത്തി വൽ ഈദൈനി ഫീ ലുഗത്തിൽ അറബിയ്യ. അറബി ഭാഷയിൽ തന്നെ പെരുന്നാളിന്റെ ഖുതുബയും വെള്ളിയാഴ്ചയിലെ ഖുതുബയും നിർവഹിച്ചുകൊണ്ടേയിരുന്നു. ഹത്താ ജാഅത്ത് കമാലിയത്തു തുർക്കി ഇല്ലാ മാ ശദ്ദത് ബിഹി അൽ ഹുകൂമത്തുൽ കമാലിയത്തു തുർക്കിയ്യ. തുർക്കിയിലെ മുസ്തഫ കമാൽ പാഷ ഇതിൽ ഒറ്റപ്പെട്ട നിലപാട് സ്വീകരിച്ചു. അപ്പൊ എന്ത് ചെയ്തു? അവർ ഖുതുബ പരിഭാഷപ്പെടുത്തി. അപ്പൊ അതിനാളുകൾ എതിർത്തു എന്നൊക്കെ പറഞ്ഞിട്ട് പറയാ, എന്തിനു വേണ്ടി? തംഹീദൻ ലിസ്വലാത്തി, നിസ്കാരത്തിന്റെ ഭാഷ ഒറ്റയടിക്ക് മാറ്റാൻ പറ്റൂല. അതിനുവേണ്ടി നിസ്കാരത്തിന്റെ ഭാഷ അത് മാറ്റാൻ വേണ്ടിയുള്ള തുടക്കമായിട്ട് ഖുതുബയുടെ ഭാഷ തുർക്കിയിലാക്കി മാറ്റി. അപ്പൊ കേരളത്തിലെ മുജാഹിദുകൾ പുത്തനാശയക്കാരെ സംബന്ധിച്ച് പുതിയതെന്തോ കണ്ട അതിനങ്ങ് പിന്തുടരും. അത് അവരുടെ ഒരു പരിപാടിയാണ്. അപ്പൊ അതിനിവിടെ കേരളത്തിലെ മൗലവിമാരും തുടങ്ങിയിട്ട് എന്ത് സംഭവിച്ചു? എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, ആ വിഷയത്തിൽ KM മൗലവി എന്ന് പറഞ്ഞ മുജാഹിദിന്റെ നേതാവ് ജുമുഅ ഖുതുബ എന്ന് പറഞ്ഞൊരു പുസ്തകം എഴുതി. അതിൽ അദ്ദേഹം ഖുതുബ പരിഭാഷപ്പെടുത്തുന്നതിന് തെളിവ് സമർത്ഥിക്കാൻ എഴുതിയതാണ്. പക്ഷേ അതിന്റെ അവസാനം പഞ്ചപുച്ഛമടക്കി KM മൗലവി ഒരു സത്യം അംഗീകരിക്കുന്നു. ലാകിൻ ഹാഹുനാ ശൈഉൻ യംബഗിൽ ഇൽതിഫാതു ഇലൈഹി അന്ന സലഫ സ്വാലിഹ മിനസ് സ്വഹാബത്തി വത്താബിഈൻ. ഇവിടെ ശ്രദ്ധേയമായൊരു വിഷയമുണ്ട്. ലോകത്തിന്റെ നാനാദിക്കുകളിലേക്കും വിശുദ്ധ ദീനിന്റെ പ്രബോധനത്തിന് വേണ്ടി പല സ്വഹാബത്തും പോയിട്ടുണ്ട്. അവരാരും അറബിയല്ലാത്തൊരു ഭാഷയിൽ ഖുത്ബയോദിയതിന് ഒരു തെളിവും ഇല്ല എന്ന് KM മൗലവി ജുമുഅ ഖുത്ബ എന്ന പുസ്തകത്തിൽ പറഞ്ഞു. എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, കാരണം എന്താ? അതൊരു ദിക്റാണ്. അപ്പൊ അതൊക്കെ പറയുമ്പോൾ മുജാഹിദൊരു ന്യായം ഉണ്ടാവും. ഇത് കേൾക്കുന്ന ആൾ എന്തിക്കും? മുജാഹിദ് പറയും വെള്ളിയാഴ്ച ഖുത്ബ ഒരു പ്രസംഗമാണ്, അത് തിരിയണം. ഒന്നാമത് പ്രസംഗം അല്ല, കേവലം പ്രസംഗാണോ? പ്രസംഗാണെങ്കിൽ ഖത്തീബ കോട്ടും വാളൊക്കെ എടുത്ത് വക്കാറോടെ വന്ന് അൽഹംദുലില്ലാഹ് ആ വക്കാറോടെ തുടങ്ങുന്ന ആ രീതി കണ്ടാൽ തന്നെ അറിയാം അതൊരു ഇബാദത്താണ്. ഇബാദത്തിന്റെ ഭാഷ അറബിയാണ്, അതെല്ലാവർക്കും അറിയാം. അപ്പൊ അത് തിരിയണ്ടേ എന്ന് പറയും. എന്നാൽ തിരിച്ചങ്ങോട്ട് ചോദിക്കണം. നമ്മളെപ്പോഴും ഇങ്ങോട്ട് അവരിങ്ങനെ ചോദിക്കുന്നു, നമ്മൾ മറുപടി പറയുന്നു. ആ ശൈലി നമ്മൾ മാറ്റണം. മുജാഹിദിനെ കണ്ട ചോദിക്കണം, അല്ല ഞങ്ങായേ എന്താ എൻ്റെ പള്ളിയിലെ ബാങ്ക് ഇപ്പൊ കൊടുത്തിട്ടുള്ളല്ലോ, അത് അറബിയിലാണല്ലോ. ബാങ്ക് അറബി തന്നെ കൊടുക്കേണ്ടത് അയാൾ പറയും. അപ്പൊ തിരിച്ചു ചോദിക്കണം, ബാങ്ക് സ്വാഗതല്ലേ? പള്ളിയിലേക്ക് ആളുകളെ വിളിക്കല്ലേ, ഹയ്യാല സ്വലാ, നിസ്കാരത്തിലേക്ക് വരൂന്നല്ലേ പറയുന്നത്. അപ്പൊ അത് മലയാളത്തിലാക്കണ്ടേ? ഖുതുബ തിരിയണമെന്ന് പറയണം. നിങ്ങൾ ആദ്യം തിരിയേണ്ടത് ഈ ബാങ്കല്ലേ എന്ന് ചോദിച്ചാൽ രീതി ഉണ്ടാകും, മറുപടി ഉണ്ടാവില്ല. നാം മനസ്സിലാക്കണം, നമ്മുടെ പ്രമാണം നമ്മൾ പഠിക്കണം. എന്നിട്ട് ഈ ഖുതുബ പരിഭാഷപ്പെടുത്തിയിട്ട് അതിനവർക്ക് തെളിവെന്താ? ഒരു മൗലവി പറയുന്നുണ്ട്, നമ്മുടെ മണ്ടോണ്ട് ആലോചിച്ചിട്ട് കിട്ടിയതാണ്. എന്താ ബുദ്ധി ഉപയോഗിക്കണം? ജുമുഅ ഖുതുബ മലയാളത്തിലല്ല നടത്തല്. ഒരു ഹദീസ് തരിങ്ങൾ ജുമുഅ ഖുതുബ മലയാളത്തിൽ നടത്തണമെന്നില്ലേ? ഖുർആൻ ആയത്ത് തരി. എവിടെ ജുമുഅ ഖുതുബ മലയാളത്തിൽ നടത്തണമെന്ന് കിട്ടിയത്? ബുദ്ധി ഉപയോഗിച്ചതാ. ജുമുഅ ഖുതുബ ഉപദേശമാണ്. ഉപദേശം അത് ജനങ്ങൾക്ക് മനസ്സിലാകുന്ന ഭാഷയിലായിരിക്കണം. എന്താ ഉപയോഗിച്ചത്? മൂടോട് ചിന്തിച്ചാല് താനോട് ചിന്തിച്ചതാ. ബുദ്ധി ഉപയോഗിച്ചു. ഈ ഒയന്ന മൗലവിന്റെ ഒയന്ന ബുദ്ധി കൊണ്ട് ചിന്തിച്ചിട്ട് അയാൾക്ക് തോന്നി ഖുതുബ പരിഭാഷപ്പെടുത്തണം. അങ്ങനെയാണെങ്കിൽ
എന്റെ പ്രിയപ്പെട്ട സഹോദരൻ, ആദ്യം പരിഭാഷപ്പെടുത്തേണ്ട ബാങ്കല്ലേ, നിസ്കാരല്ലേ? ഇപ്പൊ മുജാഹിദിന്റെ പള്ളിയിലെ നിസ്കാരവും ബാങ്കും ഒക്കെ മലയാളത്തിലാക്കേണ്ട ഇതേ മണ്ട കൊണ്ട് ചിന്തിച്ചാൽ കിട്ടങ്ങനല്ലേ? പക്ഷെ ഇങ്ങനെ ചിന്തിച്ചിട്ട് കേരളത്തിന്റെ പാരമ്പര്യത്തിന്റെ പവിത്രപാതയിലൂടെ മിമ്പറുകളിൽ നിന്ന് ഈമാൻ സ്മരിക്കുന്ന ഖുത്ബകൾ ശ്രവിച്ച് ഈമാൻ മനസ്സിൽ സന്നിവേശിപ്പിച്ച മുസ്ലിം സമൂഹം, ആ മുസ്ലിം സമൂഹത്തിന്റെ ഇടയിൽ ഇങ്ങനത്തെ ഒരു ബിദ്അത്ത് ഇവർ കൊണ്ടുവന്നു. ഇപ്പൊ മുജാഹിദ് 10 പിളർന്നതിന്റെ ഏകദേശ കാരണവും ഖുത്ബ പരിഭാഷയാണ്. കാരണം എല്ലാ വെള്ളിയാഴ്ചയും അവരെ പള്ളിയിൽ വെച്ചുള്ള പ്രസംഗം കൊണ്ടായി പ്രശ്നമൊക്കെ ഉണ്ടാകുന്നത്. അതൊരു മൗലവി പറഞ്ഞ് നിങ്ങൾക്ക് കേൾക്കാം. നമ്മൾ സ്വാഭാവികമായിട്ടും ഇപ്പൊ ഖുത്ബ പരിഭാഷപ്പെടുത്തിയിട്ട് ഇപ്പോഴുള്ളൊരു ദുരവസ്ഥ. ഇപ്പൊ മുജാഹിദ് പള്ളിയിൽ പണ്ടൊക്കെ നബാത്തി ഖുത്ബ പള്ളിയിലുണ്ടാകും. നമ്മളൊക്കെ പള്ളിയിൽ നിറഞ്ഞ ആളുകളാണ്. ഖുത്ബയുടെ സമയത്ത് ശ്രദ്ധയോടെ ഇങ്ങനെ വീട്ടിച്ചിരിക്കും. കാരണം അതൊരു ദിക്റാണ്. ഹദീസിൽ പറഞ്ഞു, ഇദാ ഇമാം മിമ്പറിലേക്ക് കയറിക്കോ, ഇദാ ഖറജൽ ഇമാമു തവ്വു സുഫഹും യസ്തമഊന ദിക്റാ. മിമ്പറിലേക്ക് ഖത്തീബ് കയറിയാൽ മലക്കുകൾ അവരെ ഏടൊക്കെ മടക്കി വെച്ചിട്ട് ഖുത്ബ ശ്രദ്ധിച്ചിരിക്കും, ദിക്ർ ശ്രദ്ധിക്കും എന്ന് കാണാൻ കഴിയും. അപ്പൊ അത്ര വലിയ പവിത്രത ഉള്ളതാ. അങ്ങനെ നബാത്തി ഖുത്ബയും അതുപോലുള്ള നല്ല ഇനത്തിലുള്ള ഖുത്ബയും ശ്രമിച്ച് ഈമാൻ കൊണ്ട് മുഅ്മിനീങ്ങൾ പള്ളിയിൽ നേരത്തെത്തും. പക്ഷെ നമ്മുടെ മുജാഹിദിന്റെ പള്ളിയിൽ ആളെ കൂടുതൽ കിട്ടാൻ വേണ്ടിയിട്ട് അവർ ഖുത്ബ പരിഭാഷപ്പെടുത്തി. ഇപ്പോഴുള്ള ദുരവസ്ഥ ഒരു മൗലവി പറഞ്ഞത് കേൾക്കാം. നിങ്ങൾ നോക്ക്, ജുമഅന്റെ കാര്യം. ജുമഅക്ക് എപ്പോഴാ വരിക? ഒട്ടകത്ത് അറുത്തോടുത്ത കൂലി, പശുവിന് അറുത്തോടുത്ത കൂലി ഒക്കെ പറയും. പക്ഷേ പിന്നെ ഇമാമ് ഖുത്ബക്ക് കയറുമ്പോ വയസ്സന്നായിന്റെ തൊള്ളേക്ക് നോക്കിയ മാതിരി അവിടെ ഇവിടെയോ 4 ആളുണ്ടാവും. ആ മൂലക്ക് ഒരാൾ ഇവിടെ, ഒരാള്, 2 ആള് ഇവിടെ ഉണ്ടാവും. എന്നിട്ട് ഇങ്ങനെ വരും വലിയ മുജാഹിദീങ്ങള്. ഖുത്ബ പകുതിയായി, ഖുത്ബ തീരാ 2ാം ഖുത്ബയായി, ഇങ്ങനെ തീരാറാവുമ്പോ ഇങ്ങനെ കയറി വരും. എന്താ അതുകൊണ്ട് കാര്യം? വന്നാൽ തന്നെ എന്താ സ്ഥിതി? ഇരുന്ന് ഉറങ്ങാനായിട്ട് നീയത്താക്കി വന്ന ഇങ്ങനെ എത്തിയിരിക്കും. ഇങ്ങനെ പറയാൻ പാടില്ല. പറഞ്ഞ ഓ ഞാൻ പത്ത വലിയ ആളല്ലേ, മൗലവി കുത്തുബിയിൽ ഉണർത്തി ഭയങ്കര മനസ്സിലായിരിക്കും. എന്റെ മുമ്പിൽ ഉറങ്ങി ഏത് മൗലവിയായാലും വേണ്ട ആചാരാനും വേണ്ട ഞാൻ ഉണർത്തും. അത് ഖുത്ബനെ അവഹേളിക്കണല്ലേ? മിമ്പറമ കയറിയവൻ ആരാകട്ടെ ജുമഅക്ക് നേരത്തെ വരൂല്ല, വന്നാ ഉറങ്ങും ചെയ്യാ. എന്താ പിന്നെ അവസ്ഥ? നമ്മൾ ആളുകൾ ഇതാണ് ഇപ്പത്തെ മുജാഹിദ് പള്ളിയില് പാരമ്പര്യത്തിന്റെ പവിത്ര പാതയിൽ നിന്ന് വ്യതിചലിച്ചുകൊണ്ട് ഖുത്ബയെ മലയാളവൽക്കരിച്ചതിന് ദുരവസ്ഥയാണ് ഇപ്പൊ പറയണത്. ഇത് വേണ്ട ഈ മൗലവി തന്നെ പറയണം. അതും കൂടി കൂടെ കേൾക്കണം നിങ്ങൾ. ഇങ്ങനാണ് നബാത്തി തന്നെ പോരെ? ഇത് നബാത്തി നമ്മുടെയൊക്കെ പള്ളിയിലോതുന്ന ഈ അറബി ഖുത്ബ തന്നെ പോരെ? ഇങ്ങനാണ്, അതല്ലേ നല്ലത് എന്ന് അയാൾ തന്നെ പറഞ്ഞ് നിങ്ങൾ കേൾക്കാം. പല പഴയ മുജാഹിദ് മഹല്ലി സ്ഥിതി എന്താന്ന് നിങ്ങള്, മടവൂരിയും ജമാഅത്തും സുന്നിയും ഒക്കെ പാടലേൻസ. ആ ഐക്യം പളയുന്ന മാതിരി ഒരു പ്രസംഗം അവിടെ നടക്കൂല. പിന്നെ കോഴിക്കോട് ജില്ലയുടെ ജില്ലന്റെ അങ്ങേ ഭാഗം നാദാപുരം, കല്ലാച്ചി, വാണിമേല്, അങ്ങനെയൊക്കെ കുറെ സ്ഥലമുണ്ട്, ചീക്കോന്ന്. ആ ഭാഗത്തൊക്കെ പേര് ഞാൻ പറയില്ല, ചില മഹല്ലുകളൊക്കെ സ്ഥിതി അതാ. അവിടെ ഐക്യം തകരാൻ പാടില്ല. 25 കൊല്ലായി മുജാഹിദ് പള്ളിയിലുണ്ടോ, എന്താ മുജാഹിദ് പ്രസ്ഥാനം എന്നറിയില്ല. ആ നാട്ടിൽ നടക്കുന്ന ഒരു തെറ്റിനെയും വിമർശിച്ചൊരു ഖുത്ബ അവിടെ പറ്റൂല, ഒരു പ്രസംഗം അവിടെ പറ്റൂല, ഒരു ക്ലാസ് അവിടെ പറ്റും. അപ്പോൾ എല്ലാവരും, എല്ലാ ശൈത്താന്മാരും ഒന്നോ, ജമാഅത്തും സുന്നിയും മടവൂരിയും ലീഗും ഒക്കെ പറയും. പറഞ്ഞങ്ങൾ നല്ല ശ്രദ്ധിക്കണേ. ഇടയ്ക്ക് സ്റ്റോപ്പ് ചെയ്യിപ്പിച്ച എല്ലാ ശൈത്താന്മാരെന്ന് പറഞ്ഞതിൽ പോലെ എണ്ണിയത് ഇവിടെ പല രാഷ്ട്രീയക്കാരും ശബ്ദം ശ്രവിക്കുന്നുണ്ടാകും. സുന്നിയും അതുപോലെ മടവൂരിയും സുന്നിയും ലീഗും പിന്നെ ജമാഅത്തും കാദിയാനി എല്ലാ ചെറുത്താന്മാരും. ചെറുത്താൻ അല്ലാത്ത ഏക ഒരു സാധനമാണ് ആ സാധനം. ആ സാധനത്തിന്റെ ടീമും കണ്ടാൽ തന്നെ നിങ്ങൾക്ക് തിരിയുമല്ലോ കോലം. നമ്മളൊക്കെ ലീഗല്ലേ, ചിലർത്തതാണ്. നമ്മളൊക്കെ കോൺഗ്രസ് അല്ലേ? അപ്പൊ ലീഗും കോൺഗ്രസിനും MES-ലും MSS-ലും ഒന്നേക്കാരം. അപ്പൊ പിന്നെ പലർക്കും പറ്റാത്തത് പറഞ്ഞാൽ ഓലൊന്നാകും, എല്ലാ ശൈത്താന്മാരും ഒന്നാവും. എന്നിട്ട് ഖുത്ബക്കെതിലും ഹത്തീബിനെതിലും തിരിയും. അങ്ങനെ ഒരു ചടങ്ങ് ഇങ്ങനെ നടന്നു പോയാൽ മതി വെള്ളിയാഴ്ച ഖുത്ബ. ഇതിലും നല്ല നമുക്ക് നബാത്തി ഖുത്ബ അല്ലേ കൂട്ടരെ? അത് തന്നെയല്ലേ, ഇതിലും നല്ല നബാത്തി ഖുത്ബ തന്നെയല്ലേ? ഇതല്ലേ 1950-കളിൽ ഈ പരിഭാഷവാദവുമായി വന്നപ്പോൾ കഴിഞ്ഞകാല പണ്ഡിതന്മാർ അർത്ഥശങ്കക്കിടമില്ലാത്ത വിധം നിങ്ങളുടെ പിഴച്ച വാദമാണിത്, പാടില്ല എന്ന് കേരളത്തിലെ സമൂഹത്തിനോട് വിളിച്ചു പറയാൻ കാരണം ഈ ദുരവസ്ഥ വരുമെന്ന് കണ്ടിട്ടാണ് നാം മനസ്സിലാക്കണം. ഇതൊരു കേവലം തർക്ക വിഷയമാണോ? ഇബാദത്തിന്റെ എല്ലാ നന്മയും നഷ്ടപ്പെടുത്തി. ഇനി വേറൊരു കാര്യം നമ്മൾ ചിന്തിക്കാൻ, നമ്മുടെ സഹോദരിമാർ, നമ്മുടെ ഉമ്മമാര്, പെങ്ങന്മാര്, അവര് നമ്മെപ്പോലെ എല്ലാവർക്കും കഷ്ടപ്പാട് കൂടുതലാണ്.
വീട്ടിലെ ജോലികളുണ്ട്, കഷ്ടപ്പാടുണ്ട്. അപ്പൊ അവർക്ക് ഇസ്ലാം ഒരു ആനുകൂല്യം കൊടുത്തു. പുരുഷൻ പള്ളിയിൽ പോയി നിസ്കരിക്കും പോലെ അവർ പള്ളിയിൽ വന്ന് നിസ്കരിക്കേണ്ടതില്ല. അവർ വീട്ടിൽ വെച്ച് നിസ്കരിക്കലാണ് അവർക്ക് പുണ്യം, അവർക്ക് കൂലി അതാണ് എന്നൊരു ആനുകൂല്യം സ്ത്രീ സമൂഹത്തിന് കൊടുത്തു. മുജാഹിദീങ്ങൾ വന്നിട്ട് എന്തു ചെയ്തു? മുജാഹിദീങ്ങൾ വന്നിട്ട് അവര് പെണ്ണുങ്ങളെ പള്ളിയിൽ കൊണ്ടുപോകാൻ വേണ്ടി പറഞ്ഞു. 1921 രംഗപ്രവേശനം ചെയ്ത് 50 വരെ കൊണ്ടുപോയിട്ടില്ല. 50കളിൽ വലിയ വിവാദം നടന്നു. എന്നിട്ട് 50കൾക്ക് ശേഷം പെണ്ണിനെ പള്ളിയിൽ കൊണ്ടുപോയി. എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, നമ്മൾ മനസ്സിലാക്കണം, പെണ്ണിനെ പള്ളിയിൽ കൊണ്ടുപോകാൻ അവർ വാദിച്ചു. അങ്ങനെ 50കൾക്ക് ശേഷമാണ് മുജാഹിദീങ്ങൾ പെണ്ണിനെ പള്ളിയിൽ കൊണ്ടുപോയത്. അതുവരെ കൊണ്ടുപോയിട്ടില്ല. ആദ്യം പോയത് ഒദായിലെ ഖദീജക്കുട്ടി എന്ന് പറഞ്ഞ ഒരു താത്തയാണ്. ആ താത്ത 1952 പള്ളിയിൽ പോയ കഥ പുടവ മാസികയിൽ എഴുതി വച്ചിട്ടുണ്ട്. ഞാനതിപ്പം വിശദമായി പറയുന്നില്ല. നാം മനസ്സിലാക്കണം, സ്വഹാബത്ത് എന്തുകൊണ്ട് കൊണ്ടുപോയില്ല? നമ്മുടെ കേരളത്തിൽ പള്ളികൾ നിർമ്മിച്ചപ്പോൾ എന്തുകൊണ്ട് പെണ്ണിനെ പള്ളിയിൽ കൊണ്ടുപോയില്ല? അവർക്ക് വീട്ടിൽ വെച്ച് നിസ്കരിച്ചാൽ ഇസ്ലാം ഒരു ആനുകൂല്യം കൊടുത്തിട്ടുണ്ട്. അവർ പുരുഷന്മാരെ പോലെ പള്ളിയിൽ വന്ന് നിസ്കരിക്കേണ്ടതല്ല. കണ്ടില്ലേ, മഹദിയായ അസ്മാഉ ബിൻത് അബി യസീദ്, ഒന്നുറക്കത്തൊറളിയത്തിലണം അസ്മാഉ ബിൻത് അബി യസീദ് റളിയല്ലാഹു അൻഹ മുത്തുനബിയുടെ മുന്നിൽ വരികയാണ്. അല്ലാഹുവിന്റെ റസൂലിനോട് ചോദിക്കുന്നു, നബിയേ, ഞാൻ ഇന്നി റസൂലു മൻ വറായി, ഞാൻ എൻ്റെ പിന്നിലുള്ള കുറേ സ്ത്രീകളുടെ ദൂതയായിട്ടാണ് വരുന്നത്. അവർക്കൊക്കെ എൻ്റെ അഭിപ്രായമാണ്. ഇത് പറഞ്ഞിട്ട് മഹദിയായ അസ്മാഉ ബിൻത് അബി യസീദ് റളിയല്ലാഹു അൻഹു ഒരു ന്യായം ചോദിക്കുകയാണ്. ഇന്നകും മആശിറുർ റിജാലി ഫുള്ളിൽതും അലൈനാ ബിൽ ജുമഅത്തി വൽ ജമാഅത്തി. പുരുഷ സമൂഹമായ നിങ്ങൾ ജുമഅക്ക് പോയാൽ കൂലിയുണ്ട്, ജമാഅത്തിന് പോയാൽ കൂലിയുണ്ട്. വ ഇന്നാ മആശിറുൻ നിസായി മഖ്സൂറാത്തുൻ മസ്സൂറാത്തുൻ ഖവായിദു ബുയൂതികും തുഖ്വാ ശഹവാതികും ഹമിലാത്തു ഔലാദികും. സ്ത്രീ സമൂഹമായ ഞങ്ങൾ, വീട്ടിലെ ജോലികൾ ഞങ്ങൾക്കാണ്, ദുർബലരാണ് ഞങ്ങൾ, ഗർഭം ചുമക്കുന്നത് ഞങ്ങളാണ്. ഇന്നക ബുഇത്തയിലെ ദിജാലി വന്നിസായി സവാ. ഞങ്ങൾ പുരുഷന്മാരിലേക്കും സ്ത്രീകളിലേക്കും കൂടിയല്ലേ അങ്ങ് അയക്കപ്പെട്ടത്. പുരുഷന് പള്ളിയിൽ പോയി നിസ്കരിച്ചാൽ കൂലി കിട്ടും, ഞങ്ങൾക്കതില്ലല്ലോ എന്ന് മഹദി അവർകൾ ഒരു ന്യായം പറഞ്ഞ് ചോദിച്ചപ്പോൾ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി, അല്ലാഹുവിൻ്റെ റസൂൽ ഒരു മറുപടി പറഞ്ഞു. എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന സഹോദരങ്ങൾ പഠിച്ചു വെക്കണം. മോളെ, വഅലമീ മൻ ഖൽഫക മിനൻ നിസാ, നിന്റെ പിന്നിലുള്ള പെണ്ണുങ്ങളോട് പറഞ്ഞു കൊടുക്കണം. ഇന്ന ഹുസ്ന തബഉലിഹിദാകുന്ന ലിസൗജിഹാ വതലബിഹാ മറലാതിഹി വത്തിബാഉ മുവാഫഖതിഹി യഅദിലു ദാലിക കുല്ലിഹി. നിങ്ങൾ പുരുഷനും അതുപോലെ ഭർത്താവിന് ഖിദ്മത്തെടുത്ത് വീട്ടിൽ ത്യാഗപൂർണ്ണ ജീവിതം അനുഷ്ഠിക്കുന്നുവെങ്കിൽ ഇബാദത്തെടുത്ത് വീട്ടിൽ ഉമ്മങ്ങനെ കൂടുകയാണ്. തബഉൽ എന്ന റസൂലുള്ളാഹി പറഞ്ഞത് കഷ്ടം സഹിച്ച് ജീവിച്ചാൽ യഅദിലു ദാലിക കുല്ലിഹി, ഇതിനൊക്കെ തുല്യമായ കൂലി അല്ലാഹു നിങ്ങൾക്ക് തരും എന്ന് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി. അതുകൊണ്ടാണ് ഉമ്മു ഹുമൈദിനി സാഇദി റളിയല്ലാഹു അൻഹ റസൂലുള്ളാഹിന്റെ അടുക്കൽ വന്നു. എന്നിട്ട് ചോദിച്ചു, നബിയെ, ഞങ്ങൾ മദീനത്തെ പള്ളിയിലൊന്ന് നിസ്കരിക്കട്ടെ. ഏതാ പള്ളി? ഇവിടെ നമ്മുടെ പള്ളിയിൽ ഒരു റക്അത്ത് നിസ്കരിക്കുന്നു, റസൂലുള്ളാഹിന്റെ മദീനയിൽ ഒരു റക്അത്ത് നിസ്കരിക്കുന്നു. 1000 റക്അത്ത് നിസ്കരിച്ച കൂലി മദീനത്തെ ഒരു റക്അത്തിനുണ്ട്, അല്ല 10000 റക്അത്ത് നിസ്കരിച്ച കൂലിയുണ്ട് എന്നൊക്കെ പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. അത്ര പവറുള്ള പള്ളിയിലെ ഇമാമാരാ. നമ്മുടെ മുജാഹിദിന്റെ സലഫി പള്ളിയിലെ ഒയന്ന മൗലവിയല്ല, അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി. മുത്തുനബിയാണ് ഇമാമ്, മഅ്മൂമിങ്ങൾ സ്വഹാബത്ത, മദീനത്തെ പള്ളിയാ. ആ പള്ളിയിൽ വന്ന് നിസ്കരിക്കട്ടെ എന്ന് ചോദിച്ചപ്പോൾ റസൂലുള്ളാഹി പറഞ്ഞു, മോളെ, നിന്റെ വീടിന്റെ ഉള്ളറയിൽ വീട്ടിലെ റൂമിൽ വെച്ച് നിസ്കരിക്കലാ നിനക്ക് ഖൈർ എന്ന് പറഞ്ഞു മടക്കി പറഞ്ഞയച്ചു. ഇത് സ്വഹാബത്തിന്റെ റസൂൽ സ്വഹാബത്ത് ഇത് പിൻപറ്റുന്നു. അതുകൊണ്ട് ബഹുമാനപ്പെട്ട അബൂബക്കർ റളിയല്ലാഹു അൻഹു ഒരു ദിവസം വീട്ടിൽ വന്നപ്പോൾ വലം യജിദ് ഉമ്മ വലദിഹി ഫിൽ ബൈത്തി, വീട്ടിലുള്ള ഒരു സഹോദരിയെ കാണുന്നില്ല. അവിടെ നിന്ന് ചോദിച്ച് എവിടെ പോയി? പറഞ്ഞു പള്ളിയിൽ പോയതാണ്. വന്നപ്പോൾ സ്വാഹബിഹ, അട്ടഹസിച്ചു ദേഷ്യം പിടിച്ചുകൊണ്ട് പറഞ്ഞു, ഇന്നല്ലാഹ അമറകുന്ന യഖിന്ന ഫീ ബുയൂതികുന്ന വലാ യത്തബീന ജനാസതൻ വലാ യതീന മസ്ജിദാ.
അള്ളാഹു നിങ്ങളോട് വീട്ടിൽ അടങ്ങി ഒതുങ്ങി ജീവിക്കാനാ പറഞ്ഞത്, പള്ളിയിൽ പോവരുത്, ജനാസ നിസ്കരിക്കാൻ പോവരുത് എന്ന് അള്ളാഹു തആല പറഞ്ഞിട്ടുണ്ട്. അള്ളാഹു പറഞ്ഞില്ലേ, പിന്നെന്തിന് പോയി എന്ന് പറഞ്ഞ് അബൂബക്കർ റളിയല്ലാഹു അൻഹു ദേഷ്യം പിടിക്കുകയാണ്. ഇതാ സ്വഹാബത്തിന്റെ നിലപാട്. സ്വഹാബത്തിന് പഠിപ്പിച്ചു കൊടുത്ത മുത്തുനബിയാണ്. എന്നാ മുജാഹിദീങ്ങൾ പെണ്ണിനെ പള്ളിയിൽ കൊണ്ടുപോയി. എന്നിട്ടും അതുമായി ബന്ധപ്പെട്ട് കുറെ തർക്കങ്ങൾ അവിടെ നടന്നു. ഞാൻ അതിലേക്ക് പോകല്ല. അങ്ങനെ ഓരോ ഘട്ടം ഘട്ടം. ഇപ്പൊ ഒരു മൗലവി പറയാ, നമ്മളിപ്പോ പെണ്ണുങ്ങളെ പള്ളി കൊണ്ടുവന്നു, എന്നിട്ട് ആ മൗലവിക്ക് ഒരു വയസ്സായ മൗലവി അയക്ക് വലിയ ബേജാറ്. എന്നിട്ട് ഇപ്പത്തെ അവസ്ഥ എന്താ? പെണ്ണുങ്ങളെ ആണുങ്ങളെ നമ്മളൊരു മറട്ടിട്ട് ഖത്തീബിനെ കാണാൻ പെണ്ണുങ്ങൾക്ക് കഴിയണില്ല. ആ മറ എന്നുള്ളൊരു ബിദ്അത്താണ്, അത് പൊളിക്കണം. എന്നിട്ട് മൗലവിന് തെളിവ് പറയാണ്, ഹജ്ജിനൊക്കെ പോകുമ്പോ മിനയിലൊക്കെ കണ്ടില്ലേ എല്ലാവരും ഒപ്പല്ലേ കിടക്കല്, ആണും പെണ്ണൊക്കെ ഇടകലർന്നിട്ടല്ലേ. അപ്പൊ നമ്മൾ എന്തിനാ പള്ളിയിൽ മറയിടണത്? മറയിടുക എന്നുള്ളൊരു ബിദ്അത്താണ്. ഈ സന്ദർഭത്തിൽ വരെ നിങ്ങൾ വീട്ടിൽ നിന്ന് നിസ്കരിച്ച ഉത്തമം എന്ന് പറഞ്ഞാൽ അതിന് മറ വരട്ടില്ല. ഇത് നമ്മളൊരു വിദ്യാർത്ഥാണ് കേട്ടോ, പെണ്ണുങ്ങളെ പ്രത്യേകം കൂട്ടിൽ മറന്റെ ഉള്ളിലാക്കിയത്. നേരെ പുരുഷന്റെ പിന്നെ തന്നെയാണ് സ്ത്രീകൾക്ക് സ്ഥലത്താക്കിയത്. കാരണം ഖത്തീബിനെ കണ്ടേ. ഇപ്പൊ ഞാൻ ഒരു പള്ളിയിൽ 50 കൊല്ലം ഇമാമ കുത്തുപോതിയാൽ പെണ്ണുങ്ങൾക്ക് ഏതാ നമ്മളെ ഖത്തീബ് എന്ന് അറിയില്ല. അയാളെ സങ്കടം കണ്ടെങ്കിൽ, ആ വയസ്സായ മൗലവികളുണ്ടല്ലേ, അയാളെ സങ്കടോ പെണ്ണുങ്ങൾ പള്ളിയിൽ വരുമ്പോ 50 കൊല്ലോ ഇയാള് ഒരു പള്ളിയിൽ നിന്നിട്ട് ഖത്തീബിനെ പെണ്ണുങ്ങൾ കാണാൻ കഴിയണില്ല, അതുകൊണ്ട് പെണ്ണുങ്ങൾക്ക് മറ വേണ്ട എന്ന് പറഞ്ഞിട്ട് പിന്നെയും മൗലവി പിന്നെ പറയണ നിങ്ങൾ ശ്രദ്ധിച്ചു കേൾക്കണം. ഈ സംവിധാനം തന്നെ വിദാത്താണ്. ഈ സംവിധാനം വിദാത്താണ്. നേരെ മറിച്ച് ഹജ്ജിലൊക്കെ നോക്കി നിങ്ങൾ കഅബ തവാഫ് ചെയ്യും ആണും പെണ്ണും ഒന്നിച്ചല്ലേ. 10-50 ആണിനും പെണ്ണിനും തൊടേണ്ടി വരെ വരും. പ്രത്യേക സ്ഥലമുണ്ടോ? മുസ്ദലിഫിൽ രാത്രി കടന്നുറങ്ങുക, നിങ്ങൾ കിടക്കുമ്പോൾ നിങ്ങൾ അപ്പുറത്തും പെണ്ണുങ്ങളായിരിക്കും. അപ്പൊ കണ്ടോ, ഹജ്ജ് പോലെയാണോ മൗലവി പള്ളിയിലെ ജമാഅത്ത് എന്നുള്ളത്? ഹജ്ജിനൊരു പ്രത്യേകതയുണ്ട്. അത് കഅബ അവിടെ ഉള്ള അല്ലേ? കഅബ അങ്ങോട്ട് വരുമോ? ഇല്ല, അത് കഅബ അവിടെയുണ്ട്, അവിടെ ഉള്ളതാണ്. അവിടെ പോയി തവാഫ് ചെയ്യേണ്ടി വരും. അവിടെയും മസലകൾ പണ്ഡിതന്മാർ രേഖപ്പെടുത്തി വച്ചിട്ടുണ്ട്. അവിടെയും തൊടാൻ പിടിക്കാം എന്നൊന്നല്ല അതിന്റെ മസല, അവിടെയും സൂക്ഷ്മത പുലർത്തേണ്ടതുണ്ട്. അത് അങ്ങനത്തെ ഒരു സാഹചര്യമാണ് ഹജ്ജിലുള്ളത്. അതുപോലെയാണോ പള്ളിയിലെ നിസ്കാരം? എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, നാം മനസ്സിലാക്കണം, മുജാഹിദീങ്ങൾ ഓരോ ഘട്ടം ഘട്ടമായി അവരിങ്ങനത്തെ ബിദ്അത്ത് ചെയ്ത് ഇപ്പൊ എത്തിപ്പെട്ട രംഗാണിത് കാണുന്നത്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാർ മനസ്സിലാക്കണം, അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി, അല്ലാഹുവിൻ്റെ റസൂൽ പറഞ്ഞു, നേരത്തെ ഹദീസ് ഇവിടെ നോദി, മൻ ആവാ മുഹദിസൻ, ഒരു പുത്തനാശയക്കാരോട് ആരെങ്കിലും സഹകരിച്ചാൽ, ഇത് പറയുമ്പോഴെന്റെ മുഅ്മിനീങ്ങളെ നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. ഇവിടെ നിങ്ങൾ കേട്ട വാദങ്ങൾ ഏതൊക്കെയാണ്? മരിച്ചെടുത്ത് ഖുർആനോദൽ ബിദ്അത്താണെന്ന് മാത്രമല്ല, അതിനേക്കാൾ നല്ലത് വ്യഭിചാരാണെന്ന് വരെ പറയുന്നു. ഇങ്ങനത്തെ പുത്തനാശയക്കാരോട് സഹവസിച്ചാൽ, സഹകരിച്ചാൽ, അല്ലാഹു അവനിൽ നിന്ന് അവന്റെ ഖൈറായ പ്രവർത്തനം സ്വീകരിക്കില്ല. കാരണം എന്താ? ആ ബിദ്അത്ത് നമ്മളിലേക്ക് പകരും. ആ പകർച്ച നമ്മളെ നശിപ്പിക്കും. അതുകൊണ്ടാ റസൂലുള്ളാഹി ബിദ്അത്തിനോട് അകലം പാലിക്കണം എന്ന ഇസ്ലാമിന്റെ കർക്കശമായ നിയമം പറയാനുള്ള കാരണം. ഇത് വളരെ ഗൗരവമുള്ളത് കൊണ്ടാണ്. നാം മനസ്സിലാക്കണം, എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഇനി നമ്മൾ മനസ്സിലാക്കണം, ഇപ്പൊ വലിയൊരു വിവാദമാണ് ചികിത്സ, അതുപോലെ പ്രസവം ഒക്കെ ആയി ബന്ധപ്പെട്ട ചില വിവാദങ്ങൾ നടക്കുന്നുണ്ട്. ചികിത്സ എന്ന് പറയുമ്പോൾ അഹ്ലുസുന്ന വൽ ജമാഅയുടെ പ്രവർത്തകർ 2 ചികിത്സയും, ഭൗതിക ചികിത്സയുണ്ട്, അഭൗതിക ചികിത്സയുണ്ട്. അത് രണ്ടും റസൂലുള്ളാഹി പഠിപ്പിച്ചിട്ടുണ്ട്. 2 സ്വീകരിക്കണം. ഭൗതിക ചികിത്സ എന്ന് പറഞ്ഞാൽ നമുക്കൊരാൾക്ക് അസുഖമായി, ഇപ്പൊ ഡോക്ടറെ കാണിക്കണം. നമ്മുടെ സഹോദരിക്ക് ഗർഭമായി, ഡോക്ടറെ കാണിക്കേണ്ട സാഹചര്യമാണെങ്കിൽ ആ സഹോദരിയെ ഡോക്ടറെ അടുക്കൽ കൊണ്ടുപോകണം. അതന്നെ ഇസ്ലാം പറയുന്നത്. ഇനി അങ്ങനത്തെ ഒരു സാഹചര്യം ഒന്നും ഇല്ലെങ്കിൽ സ്വാഭാവികമായിട്ടും വീട്ടിൽ നിന്ന് പ്രസവിക്കുന്നോണ്ട് കുഴപ്പമുണ്ടോ? ഇല്ല. സാഹചര്യം ഉണ്ടെങ്കിൽ കാണിക്കണം. ഇതാണ് ഇസ്ലാമിന്റെ നിയമം. ഇതിന്ന് സോഷ്യൽ മീഡിയയിൽ വിവാദമായിക്കൊണ്ടിരിക്കുന്നത് ഞാൻ പറയാണ്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരൻ, ഭൗതിക ചികിത്സ അത് പഠിപ്പിച്ചത് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി, അള്ളാഹുവിൻ്റെ റസൂലാണ്. ഒരിക്കൽ റസൂലുള്ള ഒരു വീട്ടിൽ ചെന്നു, രോഗിയെ കാണാൻ ചെന്നതാണ്. അപ്പോഴതാ അവിടെ നിന്നൊരു രോഗി. റസൂലുള്ള പറഞ്ഞു, അർസിലൂ ഇല ത്വബീബ്,
ഡോക്ടർ അടുക്കലേക്ക് ആളയക്കണം. സ്വഹാബി അതാ ഒരു ഡോക്ടർ അടുക്കലേക്ക് ആളെ പറഞ്ഞേക്കുന്നു. ഇത് കണ്ടപ്പോൾ മറ്റൊരു സ്വഹാബി ഇത് തങ്ങൾ തന്നെയാണോ പറയുന്നത്? കാരണം റസൂലുള്ളാഹി സാധാരണ കാണുന്ന രൂപം അതല്ല. മുത്തുനബി അവിടെ നിന്ന് മന്ത്രിച്ചു കൊടുക്കലാണ്. ഇവിടെ മന്ത്രിക്കാതെ ഡോക്ടറെ വിളിക്കാൻ പറഞ്ഞു. ഉടനെ റസൂലുള്ളാഹി പറഞ്ഞു, അള്ളാഹു ഏത് രോഗം ഇറക്കിയിട്ടുണ്ടെങ്കിലും മരുന്ന് ഇറക്കിയിട്ടുണ്ട്. അപ്പൊ ഭൗതിക ചികിത്സ മുത്തുനബി പഠിപ്പിക്കുന്നു. എന്നാൽ നാം മനസ്സിലാക്കണം, അതുപോലെ അഭൗതിക ചികിത്സയും പഠിപ്പിക്കുന്നു. അഭൗതിക ചികിത്സയാണ് മന്ത്രിക്കുക എന്ന് പറഞ്ഞാൽ, ഉറുക്ക് കിട്ടുക എന്ന് പറഞ്ഞാൽ. ഒരാൾക്ക് ഒരു തലവേദന മാറുന്നില്ല, ഡോക്ടർ മരുന്നൊക്കെ കൊടുത്തു, വലിയ ഫലമൊന്നുമില്ല. നേരെ ഉസ്താദിന്റെ അടുക്കലേക്കൊന്ന് പോകാൻ പറഞ്ഞു. ഉസ്താദിന്റെ അടുക്കൽ ചെന്നു. ഉസ്താദ് ഒരല്പം വെള്ളം മന്ത്രിച്ചു കൊടുത്തു, അയാളെ തലവേദന മാറി. അത് അഭൗതിക ചികിത്സയാണ്. രണ്ടും പഠിപ്പിച്ചത് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. റസൂലുള്ള പറഞ്ഞു, അലൈക്കും ബിശ്ശിഫാഇനി, രണ്ട് ശിഫയും നിങ്ങൾ മുറുകെ പിടിക്കണം. അൽ അസ്ലു വൽ ഖുർആൻ, ഒന്ന് തേനാണ്, ഒന്ന് ഖുർആനാണ്. തേന് ഭൗതിക ചികിത്സയാണ്, മറ്റത് അഭൗതിക ചികിത്സയാണ്. ഭൗതിക ചികിത്സ മരുന്ന് നമ്മൾ കഴിക്കുന്നത് മാറുന്നു, ബാഹ്യമായ ഇടപെടൽ നമുക്കറിയാം. ഖുർആൻ ഓതൽ സ്വാഭാവികമായിട്ട് എങ്ങനെ ഫലം ചെയ്യുന്നു നമുക്ക് പെട്ടെന്ന് തിരിയൂല. അതാണ് അഭൗതിക ചികിത്സ എന്ന് പറഞ്ഞാൽ. ഇത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചതാണ്. ഇവിടെ നമ്മൾ മനസ്സിലാക്കണം, നമ്മൾ ചിലപ്പം ആളുകളെ മന്ദിരിക്കും, 3 ദിവസം മന്ദിരിക്കും, 40 ദിവസം മന്ദിരിക്കും, ഖുർആനോദി മന്ദിരിക്കും. ഇതെല്ലാം അല്ലാഹുവിൻ്റെ റസൂല് പഠിപ്പിച്ചതാണ്. കാരണം ഖുർആൻ വനുനസ്സിലു മിനൽ ഖുർആനി മാ ഹുവ ശിഫാഉൻ വറഹ്മത്തുൽ ലിൽ മുഅ്മിനീൻ, ഖുർആൻ ശിഫയാണെന്ന് ഖുർആൻ പറഞ്ഞു. കണ്ടോ, സ്വഹാബത്ത് ഒരു യാത്ര പോകുന്നു. യാത്രയിൽ അബൂ സഈദ് റളിയല്ലാഹു അൻഹു പറയുന്നു, ഇന്ന റഹ്തം മിൻ സുഹാബി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇൻതലഖൂ ഫീ സഫറത്തിൻ, ഒരു യാത്രയിൽ അവർ പോയി. അങ്ങനെ ഒരു നാട്ടിൽ ചെന്നു. അപ്പോഴവരിങ്ങനെ വിശ്രമിച്ചിരിക്കുന്നു. അവിടെ ചെന്നപ്പോഴവരോട് സഹായം ചോദിച്ചു. അവരാരും ഈ പ്രബോധന സംഘത്തിന് സഹായം ചെയ്തില്ല. അങ്ങനെ ഇരിക്കുമ്പോഴതാ ഒരാളോടി വന്നു, ഫലദഗ സയ്യിദു ഹാദൽ ഹയ്യി ഫലുദിഗ സയ്യിദു ഹാദൽ ഹയ്യി, ആ ഗോത്രത്തിന്റെ നേതാവിന് തേളുകുത്തി. അവരെല്ലാം ചെയ്തു, ഫലം കിട്ടിയില്ല. അപ്പം കുറച്ച് ആളുകളോട് വന്നിട്ടുണ്ട്, അവരുടെ അടുത്ത് പോയി വെക്കാന്ന് പറഞ്ഞു. ഹദീസിൽ കാണാം, ഫസഅഉലഹു ബികുല്ലി ഷൈഇൻ, എല്ലാം ചെയ്തു, ലാ യൻഫഉ ഷൈഉൻ ഫസഅയ്നാ ലഹു ബികുല്ലി ഷൈഇൻ, ഞങ്ങളെല്ലാം ചെയ്തു, ഒന്നിനും ഫലമില്ല എന്ന് പറഞ്ഞപ്പോൾ അവിടുന്ന് സ്വഹാബത്ത് വല്ലാഹി ഇന്നി ലറാക്കിൻ, ഞാൻ മന്ദിരിക്കും, ഫമാ അന ബിറാക്കിൻ ലക്കും ഹത്താ തജ്അലൂ ലനാ ജുഅലാ, ഞങ്ങൾ വെറുതെ മന്ത്രിക്കൂല, ഞങ്ങൾ കൂലി തരണം. കാരണം ആ നാട്ടിൽ അവർ ചെന്നപ്പോൾ അവരെ യാതൊരു പരിഗണനയും അവർ നടത്തിയില്ല. അതുകൊണ്ട് അത് പറഞ്ഞപ്പോൾ അവിടെ നിന്ന് അതാ സ്വഹാബത്ത് മന്ദിരിച്ചു, ഖുർആനോദിയിട്ട് മന്ദിരിച്ചു. അത് ഓതി മന്ദിരിച്ചപ്പോൾ രാജാവ് കെട്ടിയിട്ട മൃഗം എഴുന്നേറ്റ് പോകും പോലാണ്ട് എഴുന്നേറ്റു. ഖുർആനോദി മന്ദിരിക്കാമെന്ന് സ്വഹാബത്ത് പഠിപ്പിച്ചു തീർന്നില്ല. സ്വഹാബത്തിന് ആ ഗോത്രക്കാർ ഒരു സംഘം ആടിനെ കൊടുത്തു. ആടുമായി റസൂലുള്ളാഹിന്റെ അടുക്കൽ ചെന്നു. എന്നിട്ട് പറഞ്ഞു, ഞങ്ങളിങ്ങനെ മന്ദിരിച്ചിട്ട് കിട്ടിയതാ. റസൂലുള്ള പറഞ്ഞു, അതിൻ്റെ ഒരു വിഹിതം എനിക്കും തരീന്ന് പറഞ്ഞു. എന്തിനാ? അത് മേടിക്കൽ തെറ്റാണെന്ന് അവർ ധരിക്കേണ്ടതില്ല, ഞാനും അത് ഉപയോഗിക്കുമെന്ന് പഠിപ്പിക്കുവാൻ വേണ്ടി മുത്തുനബി ആ മന്ത്രത്തിന്റെ ഒരു വിഹിതം സ്വീകരിച്ചു. എൻ്റെ പ്രിയപ്പെട്ട സഹോദര, ബുഖാരി ഇമാം ഉദ്ധരിച്ച ഹദീസാണ്. അതാണ് മന്ത്രം എന്ന് പറഞ്ഞാൽ. അതുപോലെ തന്നെ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഥാ രോഗിക്ക് മന്ത്രിച്ചു കൊടുക്കും. കൈ പൊള്ളിയാൽ മന്ത്രിക്കും, കൈ പൊള്ളിയാൽ മന്ത്രിച്ചു കൊടുക്കും, ഫലം ഉണ്ടാകും. കണ്ടോ, ബഹുമാനപ്പെട്ട മുഹമ്മദ് ഇബ്നു ഹാത്തിബ് റളിയല്ലാഹു അൻഹു ഒന്നുറക്ക സ്വലാത്തു തർദിയത്തു ചൊല്ലണം. സയ്യിദുനാ മുഹമ്മദ് ഇബ്നു ഹാത്തിബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ദബബ്തു ഇലാ ഖിദരില്ലനാ, ചെറുപ്പകാലത്തുള്ളൊരു സംഭവം പറയാണ്. ഞാനിങ്ങനെ മുട്ടുകുത്തി നടക്കുന്ന പ്രായത്തിൽ ഞങ്ങൾ ചട്ടിയിൽ പോയി കൈയിട്ട് പോയി, എണ്ണ വെച്ച ചട്ടിയാണ്. ഫഹ്തറഖത് യദീ, എൻ്റെ കൈ പൊള്ളിപ്പോയി.
ഫഅത്തത് ബി ഉമ്മി ഇലാ ശൈഖിൻ ബിൽ ബത്ഹാഇ, എൻ്റെ ഉമ്മ എന്നെ കൊണ്ടുപോയി ബത്ഹായിലുള്ള ഒരു ശൈഖിലേക്ക്. ഒരു വയസ്സായ ആള് അവിടെ ചെന്നു മന്ദിരിച്ചു. എൻ്റെ കയ്യിൻ്റെ രോഗം മാറി. ഞാൻ ഉമ്മയോട് ചോദിച്ചു, ആരാണത്? ഫഖാലത്ത് ഹാദാ മുഹമ്മദുൻ, അത് മുഹമ്മദ് നബിയാണ്. പൊള്ളിയാൽ മന്ദിരിച്ചു കൊടുത്ത് രോഗം ശിഫയാകുമെന്ന് ലോക മുസ്ലിമിനെ പഠിപ്പിച്ചു കൊടുത്തത് അഷ്റഫുൽ വറാ മുഹമ്മദ് മുസ്തഫ. അള്ളാഹുവിൻ്റെ റസൂലാണ് പഠിപ്പിച്ചു കൊടുത്തത്. നാം മനസ്സിലാക്കണം. മാത്രമല്ല, അതുപോലെ എത്ര സംഭവമുണ്ട്. ബഹുമാനപ്പെട്ട ഖാരിജത്തുൻ സൽത്ത് റളിയല്ലാഹു അൻഹു പറയുന്നു, അത് ഒരു ദിവസം ഞാനെങ്ങനെ നടന്നുപോയി. അപ്പോൾ ഒരാളെ ഇങ്ങനെ ചങ്ങലയിൽ കെട്ടിയിട്ടിട്ടുണ്ട്. ഭ്രാന്തായ ആളുകളെ ചങ്ങലയിൽ ബന്ധിപ്പിച്ചത് ഏറുവാടിയിൽ കാണാം. അങ്ങനത്തെ അതുപോലെ ബന്ധിപ്പിച്ചിരിക്കുന്ന ഒരാളെ കണ്ടു. അപ്പോഴതാ ആളുകൾ ചോദിച്ചു, അഇൻദക ശൈഉൻ തുദാബിഹി ബിഹി, ഇയാളെ ചികിത്സിക്കാൻ വല്ലതുമുണ്ടോ? ഫഇന്ന സ്വാഹിബകും ഖദ് ജാഅ ബിഖൈരിൻ, നിന്റെ സ്വാഹിബ് ഒരു ഖൈറുമായി വന്ന ആളാണല്ലോ. ഫറഖൈതുഹു ബി ഉമ്മിൽ ഖുർആൻ, ഞാൻ ഉമ്മുൽ ഖുർആനാകുന്ന ഫാത്തിഹ ഓതി മന്ദിരിച്ചു. തലാസത അയ്യാം, 3 ദിവസം മന്ത്രം. കുല്ലയൗമിൻ മറത്തൈനി, ഓരോ ദിവസവും 2 പ്രാവശ്യം. ഫബരിഅ, രോഗം മാറിപ്പോയി. ഈ മന്ത്രം സ്വഹാബത്ത് പഠിപ്പിച്ചതാണ്, റസൂലുള്ളാഹി പഠിപ്പിച്ചതാണ്. ഇപ്പം മുജാഹിദീങ്ങൾ, നിങ്ങൾ മനസ്സിലാക്കണം, ശിർക്കിന് യാതൊരു നിലയും വരെയില്ല. ഒരു മൗലവി പ്രസംഗിക്കാണ്, ഗൈനക്കോളജിസ്റ്റിനെ, ഗർഭിണിയായൊരു പെണ്ണിനെ ഒരു ഡോക്ടർ അടുത്ത് കൊണ്ടുപോയാൽ, ഒരു ജമാഅത്തുകാരനായ മൗലവി കേട്ടോ പ്രസംഗിക്കുന്ന മുജാഹിദിന്റെ വേദിയിലാണ്. അത് 2 കൂട്ടർക്കും ആ ക്ലിപ്പ് ബാധകാന്നറിയിക്കാനാണ് ഞാൻ പറഞ്ഞത്. ജമാഅത്തുകാരൻ ചേന്നമംഗലൂരുടെ മൗലവി പ്രസംഗിക്കുന്ന മുജാഹിദിന്റെ പെണ്ണുങ്ങൾ ഒരുമിച്ച് കൂട്ടിയിട്ടാണ്. അയാളെന്താ പറഞ്ഞറിയോ? നിങ്ങൾ മനസ്സിലാക്കണം, ഇവരെ സംബന്ധിച്ചിടത്തോളം പരമവിഡ്ഢിത്തങ്ങൾ സമൂഹത്തോട് പറയും. നന്മ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിനൊക്കെ എതിർക്കും. നന്മ എതിർത്തൊക്കെ നമ്മൾ കണ്ടില്ലേ? അതുപോലെ പരമവിഡ്ഢിത്തങ്ങൾ പറയും. അതിൽപ്പെട്ട ഒന്നാണ്, ഭാര്യ ഗർഭിണിയായാൽ ഡോക്ടർ അടുത്ത് കൊണ്ടുപോയാൽ അത് ശിർക്കാണ്. ശിർക്കാണെന്ന് പറഞ്ഞതിന്റെ അർത്ഥം നിങ്ങൾക്ക് മനസ്സിലായോ? ഇസ്ലാം എന്ന് പുറത്തു പോയി. അപ്പൊ ഒരു മുജാഹിദ് മൗലവി ഒരു പെണ്ണിന് ഗർഭായി ആ പെണ്ണിനെയുമായി ഡോക്ടർ അടുക്കൽ കൊണ്ടുപോയാൽ അപ്പം മുശ്രിക്കാകൂ. മാത്രവുമല്ല, പുതിയൊരു ചോദ്യം ഈ സദസ്സിലോട് എനിക്ക് അടിവരയിട്ട് ചോദിക്കാനുണ്ട്. നമ്മൾ ശിർക്കിനെതിരല്ലേ? അള്ളാഹു അല്ലാത്ത ഒരുത്തന് കീഴ്പ്പെടുകയോ അവൻ പറയുന്നത് അവനും കൂടി കൂടിയെങ്കിലേ അള്ളാന്റെ പണി മുഴുവനാകുമെന്നോ വിചാരിക്കുന്ന ശിർക്കല്ലേ? എങ്കിൽ എന്റെ വിചാരം, എന്റെ കുഞ്ഞിനെ പൂർണ്ണതയോടുകൂടി സൃഷ്ടിച്ച് എല്ലാ വാക്സിനേഷനും കൊടുത്ത് പുറത്തേക്ക് കൊണ്ടുവരാൻ അള്ളാഹു മാത്രം മതി. പോരാ, അള്ളാന്റെ കൂടെ ഡോക്ടർമാരും ഗൈനക്കും കൂടെ കൂടണമെന്നാണ് വിചാരമെങ്കിൽ അത് ശിർക്കാണ്, കൊടിയ ശിർക്കാണ് എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. നിങ്ങൾ എങ്ങനെ വിശ്വസിക്കണമെന്ന് എനിക്ക് നിർബന്ധമില്ല. ഞാൻ അങ്ങനെ വിശ്വസിക്കുന്നത് കൊണ്ട് ഞാൻ എന്റെ ഭാര്യയോ എന്റെ മക്കളോ എനിക്ക് സ്വാതന്ത്ര്യമുള്ളയിടത്തുള്ള പെൺകുട്ടികളോ ഗർഭം ധരിച്ചാൽ ഒരു ഡോക്ടറെയും കാണാൻ സമ്മതിക്കില്ല. കാരണം ഞാൻ അവരോട് പറയും അത് ശിർക്കാണ്. ഒരു വാക്സിനേഷനും കൊടുക്കാൻ പാടില്ല. അത് കൊടുക്കുന്നതോടുകൂടി അള്ളാഹ്ക്ക് വിവരമില്ലാതെ ഇല്ലാത്തത് കൊണ്ട് വേറൊരുത്തന്റെ സാധനം കൊടുക്കുകയാണല്ലോ, അപ്പോഴും അത് ശിർക്കാണ് എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, എത്ര വലിയ വിഡ്ഢിത്താണ് ഈ മുജാഹിദ് എന്നൊക്കെ പറഞ്ഞാൽ. അവർ ചില നവജാഗരണത്തിന്റെ ആളുകളാണ്, തെറ്റിദ്ധരിച്ച ചില രാഷ്ട്രീയക്കാരുണ്ട്. അവർ പുതുമയുടെ ആളുകളാണ്, പുരോഗതിയുടെ ആളുകളാണ്. സമൂഹത്തെ പുരോഗതിയിൽ നിന്ന് അപജയത്തിന്റെ പടുകുയിലേക്ക് ആപതിപ്പിക്കുന്ന, വലിച്ചു കൊണ്ടുപോകുന്ന വർഗമാണ് പുത്തനാശയക്കാര്. നമ്മൾ മനസ്സിലാക്കണം. അങ്ങനത്തെ ഒരു വാദമല്ല ഇത്. മാത്രമല്ല, വേറൊരു മൗലവി പറഞ്ഞ അതിനേക്കാൾ രസമാണ്. ഒരാൾക്ക് ഒരു രോഗം വന്നു, ഒരു മോക്ക് രോഗം വന്നു. ആ മോള് പെട്ടെന്ന് ഡോക്ടറെ അടുത്ത് കൊണ്ടുപോകാൻ വേണ്ടി ഓട്ടോറിക്ഷ വിളിച്ചു. നേരെ ഡോക്ടറെ അടുത്ത് കൊണ്ടുപോയി. ഡോക്ടർ ചികിത്സിച്ചു, രോഗം മാറി. പിന്നെ ഒരു 6 മാസം കഴിഞ്ഞിട്ട് പിന്നെയും സൂക്കേടുണ്ടായി, അസുഖം വന്നപ്പോഴ് അയാൾ ഓട്ടോറിക്ഷ വിളിച്ച് അതേ ഡോക്ടർ അടുക്കൽ പോയി. ഇത് രണ്ടാമതും ആ ഡോക്ടർ അടുക്കൽ ചെന്നിട്ട് ഡോക്ടറോട് പറഞ്ഞു, നിങ്ങളുടെ അടുത്ത് വന്നിട്ടാണ് രോഗം മാറിയത്, ഇതാ വീട്ടിന് സൂക്കേട് വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ശിർക്കായി. അല്ല, വീട്ടിൽ നിന്ന് വിളി വന്നു ഭാര്യയുടെ കച്ചവടത്തെ കടയിലേക്ക് ഭർത്താവിന്. എന്റെ കുട്ടിക്ക് എന്തോ ഒരു അസുഖം, പെട്ടെന്ന് വരണം. ഒരു ഓട്ടോറിക്ഷ വിളിച്ചിട്ട് അയാൾ കടയിൽ വീട്ടിൽ വന്നു. ഉമ്മാനെയും കുട്ടി, ആ കുട്ടിനെയും കുട്ടി ഓട്ടോറിക്ഷയിൽ കയറി ഓട്ടോറിക്ഷ ഡ്രൈവറോട് പറഞ്ഞടാ, എനിക്ക് പരിചയമുള്ള ഏതെങ്കിലും ഡോക്ടറത്തേക്കോ പെട്ടെന്ന്. ഏത് ഡോക്ടറത്തേക്കാ സാർ? ഏതെങ്കിലും പോ, നീ പോ, വിട്, വണ്ടി വിട്.
അങ്ങനെ ബോർഡ് നോക്കി പോവുക. പോയി ഒരു ബോർഡ് കണ്ട ഡോക്ടർ അതൊക്കെ കുഞ്ഞിരാമൻ അല്ലെങ്കിൽ വർഗീസ് അല്ലെങ്കിൽ അഹമ്മദ് ഏതോ ആയിക്കോട്ടെ. അവിടെ ഒരു ഡോക്ടറെ ബോർഡ് കയറാം. ഡോക്ടർ സാർ ഇതാ പെട്ടെന്ന് വന്ന അസുഖം. ഡോക്ടർ പരിശോധിച്ചു, മരുന്ന് എഴുതി കൊടുത്തു, മരുന്ന് വാങ്ങി. 2 ദിവസം കൊണ്ട് അൽഹംദുലില്ലാഹ് സുഖം മാറി. ഇയാൾ ചെയ്തത് ഇപ്പൊ ഇബാദത്താണ്. ഒരു മൂമിന് ചെയ്യേണ്ട ജോലിയാണ് അയാൾ ചെയ്തിരിക്കുന്നത്. ഒരു മൂമിന് ചെയ്യേണ്ട ജോലിയാണ് അയാൾ ചെയ്തിരിക്കുന്നത്. അള്ളാഹു ഏൽപ്പിച്ച ജോലി അയാൾ ചെയ്തു. അള്ളാഹു അതിൽ ഷിഫാ വെച്ചിട്ടുണ്ട്. ആ കുട്ടിന്റെ സൂക്കട് അതുകൊണ്ട് മാറി. ആ മരുന്നിൽ അള്ളാഹു ഷിഫാ വെച്ചിട്ടുണ്ട്, അതുകൊണ്ട് സൂക്കട് മാറി. 6 മാസം കഴിഞ്ഞു. അതേ സൂക്കട് കുട്ടിക്ക് വന്നു. അതേ സൂക്കട് വന്നു കുട്ടിക്ക്. ഒട്ടും താമസിച്ചില്ല. ഭാര്യ വിളിച്ചു ഭർത്താവിനെ. ഭർത്താവ് ഓട്ടോറിക്ഷ ആയിട്ട് വന്നു. കുട്ടിയും കുട്ടി ഭാര്യയും കുട്ടി കയറി ഇന്ന ഡോക്ടറത്തേക്ക് പോകണമെന്ന് പറഞ്ഞു. ആ ഡോക്ടറത്ത് പോയി ഇറങ്ങി. ഡോക്ടറെ കണ്ടു. ഡോക്ടർ സാബ് 6 മാസം മുമ്പ് ഇതേ രോഗം വന്നിരുന്നു, നിങ്ങളെയാണെന്ന് കാണിച്ചത്, നിങ്ങൾ തന്ന മരുന്നാണെന്ന് കൊടുത്തത്, പെട്ടെന്ന് സുഖമായി, അതുകൊണ്ടാണ് ഇങ്ങോട്ട് വന്നത്. ഒന്ന് നോക്ക് സാർ, ഇപ്പൊ നീ ചെയ്തത് ശിർക്കാണ്. കണ്ടല്ലേ എന്താ കഥ? മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ മൗലവിയാണ് പ്രസംഗിക്കുന്നത്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഞാൻ എൻ്റെ പ്രസംഗം ചുരുക്കുകയാണ്. എന്നിരായ പേരോടുസ്ത അവിടെ അടുത്തെത്തിയിട്ടുണ്ട്. ഇപ്പൊ നമ്മുടെ സാസിലേക്ക് വരും. ഒരൊറ്റ കാര്യം കൂടി പറയട്ടെ. കഴിഞ്ഞ റമദാനിൽ തറാവീഹ് നിസ്കരിച്ചു. എത്ര നമ്മൾ നിസ്കരിക്കും? 20 റക്അത്ത് തറാവീഹ് അല്ലേ? 20 റക്അത്ത് തറാവീഹ്. ഇത് പാരമ്പര്യമായി നടന്നു വരുന്നതാ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതാണ്, സ്വഹാബത്ത് പിന്തുടർന്നതാണ്. അങ്ങനെ വരിക മുജാഹിദിന്റെ പള്ളിയിൽ 8 റക്അത്ത് നിസ്കരിക്കും. എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, നാം മനസ്സിലാക്കണം, നമുക്കാരാണ് തറാവീഹ് പഠിപ്പിച്ചെന്നത്? ഫി ഹദീസാനിൽ ഖുലഫാ ഖദ് ഹസദ ഖൗമൻ അലാ ഖാരിം ഫസല്ലൂ മസ്ജിദാ 20 ركعة فليسوا أنكروا فصار إجماعا عليها فاذكروا. രണ്ടാം ഖലീഫ ഉമറുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടത്തിലാണ് തറാവീഹ് ജമാഅത്തായി നടപ്പാക്കിയത്. അങ്ങനെ നടപ്പാക്കിയപ്പോൾ 20 റക്അത്ത് തറാവീഹ് ഉമർ റളിയല്ലാഹു അൻഹു നിസ്കരിക്കുന്നു. ഇമാം നവവി റളിയല്ലാഹു അൻഹു ശർഹുൽ മുഹദ്ദബിൽ ഇതിന്റെ ഹദീസ് കൊണ്ടുവരുന്ന ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹു അന്നഹും കാനൂ യഖൂമൂന അലാ ഹദി ഉമറുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു 20 റക്അ വഫി അഹദി അലി വഉസ്മാൻ ബിമിസ്ലിഹി. ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ കാലത്തും ഉമർ റളിയല്ലാഹുവിന്റെ കാലത്തും അലിയാർ തങ്ങളുടെ കാലത്തും തറാവീഹ് നിസ്കരിക്കുന്ന 20 റക്അത്താണ്. എന്താ അവർ നിസ്കരിക്കാൻ കാരണം? റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്ക് തറാവീഹ് പഠിപ്പിച്ചു കൊടുത്തു. ആ തറാവീഹ് 20 റക്അത്ത് തറാവീഹാണ് നിസ്കരിച്ചത്. അതിനെ സ്വഹാബത്ത് പിൻപറ്റി പോന്നു. അപ്പൊ മുജാഹിദീങ്ങൾ കേരളത്തിൽ തറാവീഹിന്റെ റക്അത്തിന്റെ എണ്ണം കുറച്ചു, 8 കൊണ്ടുവന്നു. അപ്പൊ മുജാഹിദീങ്ങളോട് അതിൽ ഉമർ മൗലവി എന്ന് പറഞ്ഞ മൗലവി അതിനെപ്പറ്റി പറഞ്ഞു, മക്കത്ത് ഉമർ റളിയല്ലാഹു അൻഹു 20 വെളിയങ്കോട്ട് ഉമർ 8 നിങ്ങൾ മനസ്സിലാക്കണം. എന്നിട്ട് 8 എൻ്റെ പ്രിയപ്പെട്ട സഹോദരാ, നമ്മളൊന്ന് ആലോചിക്കണം. ഉമർ റളിയല്ലാഹു അൻഹു 20 റക്അത്ത് തറാവീഹ് നിസ്കരിച്ചു. നമ്മൾ സങ്കല്പിക്കാം റസൂലുള്ളാഹിന്റെ റസൂൽ നിസ്കരിച്ചത് 8. എന്നാൽ കണ്ടു നിൽക്കുന്ന സ്വഹാബത്ത് വെറുതെ വിടുമോ? ഒരിക്കലും ഇല്ല. ബഹുമാനപ്പെട്ട ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു ഭരണമേറ്റെടുത്തു. നേരെ ഇങ്ങനെ വരുമ്പോൾ മുഹമ്മദ് റളിയല്ലാഹു അൻഹുവിനെ കാണുന്നു. മുഹമ്മദ് റളിയല്ലാഹു അൻഹുവിനോട് വിനയാന്വിതനായി ചോദിച്ചു, കൈഫ തറാനി യാ മുഹമ്മദ്, മുഹമ്മദേ എന്നെപ്പറ്റി എന്താണ് നിന്റെ അഭിപ്രായം? അവിടുന്ന് പറഞ്ഞു, അറാക കവിയൻ അലാ ജംഇൽ അംവാലി, സമ്പത്ത് ശേഖരിക്കാൻ അങ്ങ് ശക്തനാണ്. അഫീഫൻ അൻഹു ഫീ ഖിസ്മതിഹി, ഓഹരി വെക്കാനും കഴിവുള്ളവനാണ്. അത് പറഞ്ഞിട്ട് ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു പിന്നെ മുഖത്ത് നോക്കി ബഹുമാനപ്പെട്ട മുഹമ്മദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഇദാ മല്ലത്ത അദൽനാക കമാ യഅദിലു സഖ്മു ഫിന്നിഖാബ്, നീ എങ്ങാനും ഒന്ന് തെറ്റിപ്പോയാൽ അമ്പ് ശരിയാക്കും പോലെ നിന്നെ ഞങ്ങൾ ശരിയാക്കും എന്ന് പറഞ്ഞപ്പോൾ ഖലീഫയായ ഉമർ ഇബ്നുൽ ഖത്താബ്, നിങ്ങൾ ഉറക്കെ തള്ളിയിരുന്നു, സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ്, സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, അൽഹംദുലില്ലാഹില്ലദീ ജഅലനീ ഫീ ഉമ്മത്തി ഇദാ മല്ലത്തു അദലൂനി, എനിക്ക് വലിയ ഇടർച്ചയും പറ്റിയാൽ
എന്നെ നന്നാക്കുന്ന ആൾ എനിക്ക് തന്നല്ലോ. അള്ളാഹ്ക്ക് സർവസ്തുതിയും. അതാണ് ഈമാനുള്ള മനുഷ്യന്റെ അടയാളം. നമ്മൾ മനസ്സിലാക്കണം. ഈ 20 റക്അത്ത് തറാവീഹ് റസൂൽ നിസ്കരിച്ചു, സ്വഹാബത്ത് പിന്തുടർന്നു. കേരളക്കരയിൽ പള്ളികൾ നിർമ്മിച്ചപ്പോൾ സ്വഹാബത്ത് 20 റക്അത്ത് തറാവീഹ് നടപ്പാക്കി. നമ്മുടെ നാടുകളിൽ തുടർന്നു വരുന്നു. അപ്പം നാട്ടിൽ നിന്ന് ഒറ്റപ്പെട്ടൊരു മുജാഹിദ് പള്ളി ഉണ്ടാക്കിയിട്ട് ആ പള്ളിയിൽ തറാവീഹിന്റെ റക്അത്തിന്റെ എണ്ണം കുറക്കുകയാണ്. അപ്പൊ ഒരു മൗലവി, ഇവർ ചില കാര്യങ്ങൾക്ക് തുറന്നു പറയും. ഒരു മൗലവി പ്രസംഗം നിങ്ങൾക്ക് കേൾക്കാം. അയാൾ പറയാ 4 മദ്ഹബിന്റെ ഇമാമിങ്ങളും തറാവീഹ് നിസ്കരിച്ച് 23 3 വിത്ർ കൂട്ടിയിട്ട് 23 അവരെ പണ്ഡിതന്മാർ നിസ്കരിച്ചത് 23. നമ്മൾ മനസ്സിലാക്കണം, ഇമാം ബുഖാരി ഷാഫിഈ മദ്ഹബുകാരനാണ്, ഇമാം മുസ്ലിം ഷാഫിഈ മദ്ഹബാണ്. അങ്ങനെ ഏത് മുഹദ്ദിസീങ്ങൾ ഉണ്ടെങ്കിലും ഹദീസിന്റെ പണ്ഡിതന്മാരുണ്ടെങ്കിലും അവരെല്ലാം മദ്ഹബ് സ്വീകരിച്ചവരാണ്, അഥവാ ഈ ഇമാമിങ്ങളുടെ പിന്തുടരുന്നവരാണ്. ലോകത്ത് ഇന്നുള്ള സർവ്വ മുഅ്മിനീങ്ങളും 98% മുസ്ലിമീങ്ങളും മദ്ഹബ് സ്വീകരിക്കുന്നവരാണ്. ഈ മൗലവി പ്രസംഗിച്ചിട്ട് പറയാ തറാവീഹ് 4 മദ്ഹബിന്റെ ഇമാമിങ്ങൾ നിസ്കരിച്ച് 23. പിന്നെ എന്തിനാ മുജാഹിദേ നീ സുന്നിപ്പള്ളിയിൽ നിന്ന് പാവപ്പെട്ട പ്രവർത്തകരെ പിടിച്ചുകൊണ്ടുപോയിട്ട് നിന്റെ പള്ളിയിൽ തറാവീഹിന്റെ റക്അത്തിന്റെ എണ്ണം വെട്ടിച്ചുരുക്കി 8 ആക്കിയത്? എന്റെ സഹോദരന്മാരെ, ലോകത്ത് 4 മദ്ഹബിന്റെ ഇമാമുകളും, നല്ലപോലെ കേട്ടോളി, ലോകത്ത് 4 മദ്ഹബിന്റെ ഇമാമുകളും ആ ഇമാമുകളുടെ അനുയായികളും അവരെ പിൻപറ്റിയരുമായ കോടിക്കണക്കിനു ജനങ്ങൾ തറാവീഹ് 23 റക്അത്ത് നിസ്കരിക്കുന്നവരാണ്. 23 നല്ല പൈസ കേട്ടോ, നല്ലോണം കേട്ടോളി, നിങ്ങൾ കേട്ടോളി. ലോകത്ത് കോടിക്കണക്കിന് ഇമാമികളും അനുയായികളും 4 മദ്ഹബിന്റെ ഇമാമുകളും തറാവീഹ് 23 റക്അത്ത് നിസ്കരിക്കണം എന്ന് പറയുന്നവരും അത് ചെയ്യുന്നവരുമാണ്. പക്ഷേ മുജാഹിദ് പ്രസ്ഥാനം പറഞ്ഞു ലോകത്ത്. നമ്മൾ മനസ്സിലാക്കണം, അയാൾ പറഞ്ഞത് ശ്രദ്ധിച്ചു നോക്കി. ലോകത്ത് എല്ലാ മദ്ഹബിന്റെ ഇമാമിങ്ങൾ എന്ന് പറഞ്ഞ ചെറിയ വിഷയമല്ല. ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹു റളിയത്തലണം, ഇമാമുന ശാഫിഈ, അബൂ ഹനീഫത്തുൽ കൂഫി, ബഹുമാനപ്പെട്ട മാലിക് ഇബ്നു അനസ് റളിയല്ലാഹു അൻഹു, അഹ്മദ് ഇബ്നു ഹംബൽ റളിയല്ലാഹു അൻഹു, ഈ 4 മദ്ഹബിന്റെ ഇമാമിങ്ങളുമായി ബന്ധപ്പെട്ടാണ് ലോകത്തുള്ള പണ്ഡിതന്മാര് മുഴുവനും, ഹദീസ് റിപ്പോർട്ട് ചെയ്ത പണ്ഡിതന്മാരും ഹദീസ് ക്രോഡീകരിച്ചവരും ഇമാമുകളുമായി ബന്ധപ്പെട്ടവരാണ്. അവരെല്ലാം നിസ്കരിച്ചത് 23. പിന്നെന്തിനാണ് മുജാഹിദ് 8 ആക്കി ചുരുക്കിയത്? എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഞാൻ എൻ്റെ പ്രസംഗം ചുരുക്കുകയാണ്. മാത്രമല്ല, ഇവര് പുതിയ വാദങ്ങൾ പലതും കൊണ്ടുവന്നു. എത്രത്തോളം മുഅ്മിനിന്റെ മനസ്സാകുന്ന മാണിക്ക കൊട്ടാരത്തിലെ സുൽത്താനല്ലേ മുത്ത് മുഹമ്മദ് മുസ്തഫ, അഷ്റഫുൽ വറ മുഹമ്മദ് മുസ്തഫ. ഉറക്ക സ്വലാത്തും അഷ്റഫുൽ വറ മുഹമ്മദ് മുസ്തഫ, റാഹത്തുൽ ആശിഖീൻ മുഹമ്മദ് മുസ്തഫ, സയ്യിദുൽ മുർസലീൻ മുഹമ്മദ് മുസ്തഫ, അഫ്ളലുൽ മുർസലീൻ മുഹമ്മദ് മുസ്തഫ, പാവപ്പെട്ടവന്റെ നായകൻ മുഹമ്മദ് മുസ്തഫ, അടിച്ചമർത്തപ്പെട്ട സമുദായത്തിന്റെ സമുദ്ധാരകൻ മുഹമ്മദ് മുസ്തഫ, ഹബീബുനാ വമൽജഉനാ വഅഖിദു ഐദീനാ ഖുറത്തു അയുനിനാ കിത്അത്തു കബ്ദിനാ മുഹമ്മദ് മുസ്തഫ. ആ മുത്തുനബിയെ മഹബത്ത് വെക്കുന്നവരാണ് നമ്മൾ. ആ ഹബീബിന്റെ മദ്ഹ് പറയരുതെന്ന് പറഞ്ഞു. മുഹിയുദ്ദീൻ ശൈഖിന്റെ മദ്ഹാകുന്ന മാല പാടരുതെന്ന് പറഞ്ഞു. എത്രത്തോളം ഹജ്ജിന് പോകുന്നവർ പരിശുദ്ധ റൗളയിൽ പോകും. കഴിഞ്ഞ ദിവസം സെൽസബീൽ എന്ന് പറഞ്ഞൊരു മാസിക ഒരു സുഹൃത്തിട്ട് തന്നു. അതിൽ പറയാണ് അതൊരു പൂജാകർമ്മമാണ്. മദീനത്ത് പോയി സിയാറത്ത് ചെയ്യുന്നത് അവിശ്വാസികളുടെ പ്രവർത്തനമാണെന്ന് എഴുതി വെച്ചു. എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, മൻ ഹജ്ജ, വല്ല ഒരാളും ഹജ്ജ് ചെയ്തു എന്നിട്ട് അവൻ എന്നെ സന്ദർശിച്ചില്ലെങ്കിൽ വഖദ് ജഫാനി,
എന്നോട് പിണങ്ങി എന്ന് മുത്തുനബി പറഞ്ഞു. മൻസാറ ഖബരി വജബത് ലഹു ശഫാഅത്തി. ആരെങ്കിലും എൻ്റെ ഖബർ സിയാറത്ത് ചെയ്താൽ എൻ്റെ ശുപാർശ അവന് അനിവാര്യമായെന്ന് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി. ആ ശുപാർശ കിട്ടുന്ന ഈ നല്ല പ്രവർത്തനത്തിന് മുഅ്മിനീങ്ങൾ പോകുന്നതിനെ എതിർത്തു, വിമർശിച്ചു, അല്ലാഹുവിൻ്റെ റസൂലിനെ നിസ്സാരപ്പെടുത്തി. ഈ ബിദ്അകളോട് നമുക്കെപ്പോഴും ഒരു വെറുപ്പ് വേണം. അല്ലാഹു നമ്മുടെ ഈ സദസ്സ് കബൂൽ ചെയ്യട്ടെ. ഹബീബായ മുത്തുനബിയിൽ സ്വലാത്ത് അധികരിപ്പിക്കണം. വന്നിരായ പേരോട് ഉസ്താദ് അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ് പ്രദാനം ചെയ്യുമാറാവട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, അഹ്ലുസുന്ന വൽ ജമാഅയുടെ കരുത്തനായ നായകനാണ് വന്നിരായ പേരോട് ഉസ്താദ്. അവിടുത്തെ സേവനങ്ങൾ പറഞ്ഞറിയിക്കേണ്ട ആവശ്യമില്ല. സിറാജുൽ ഹുദ എന്ന വൈജ്ഞാനിക കലാലയം അഹ്ലുസുന്ന വൽ ജമാഅയുടെ പ്രവർത്തകർക്ക് അഭിമാനമാണ്. അല്ലാഹു ശൈഖുനാ കാഫിയത്തുള്ള ദീർഘായുസ് പ്രദാനം ചെയ്യുമാറാവട്ടെ. ആ തണൽ ദീർഘകാലം അല്ലാഹു നിലനിർത്തി തരുമാറാവട്ടെ. ആഫിയത്തും ഇസ്സത്തും ഒന്നിരായ പേരോട് ഉസ്താദിന് അല്ലാഹു തആല വർദ്ധിപ്പിച്ചു കൊടുക്കുമാറാവട്ടെ. ഞാൻ നിർത്തുകയാണ്. ഒന്നിരായ ഉസ്താദ് അവർകൾ നമ്മോട് സംസാരിക്കും. അല്ലാഹു നമ്മുടെ ഞാൻ പറഞ്ഞതും നിങ്ങൾ കേട്ടതുമൊക്കെ അല്ലാഹു ഖൈറായ ഒരു പ്രവർത്തനമായി റഹ്മാനായ റബ്ബ് കബൂൽ ചെയ്യട്ടെ. റഹീമായ റബ്ബേ, നിങ്ങൾ ഈ മജ്ലിസ് നീ കബൂൽ ചെയ്യണം റഹ്മാനെ. ഒന്നിരായ ഉസ്താദ് അവർകൾ അടക്കമുള്ള നമ്മുടെ നേതാക്കന്മാർ, എൻ്റെ പ്രിയപ്പെട്ട പ്രവർത്തകരോട് ഹൃദയത്തിൻ്റെ അടിത്തട്ടിൽ നിന്ന് സ്നേഹത്തോടൊരു കാര്യം പറയുന്നു. നമ്മളൊക്കെ നമ്മുടെ കാര്യങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യും, നമ്മുടെ വിഷയങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യും. അപ്പോഴൊക്കെ നിങ്ങളുടെ ദുആയിൽ വന്നരായ നേതാക്കന്മാരെ ഉൾപ്പെടുത്തണം. വന്നരായ പേരോട് ഉസ്താദിൻ്റെ ദീർഘായുസ്സിന് ശൈഖുനാ കാന്തപുരം ഉസ്താദ് അടക്കമുള്ള പ്രാസ്ഥാനിക നേതാക്കന്മാർ അവർക്ക് വേണ്ടി ദുആ ചെയ്യണം. കാരണം അവരുടെ ത്യാഗപൂർണ്ണ അഹ്ലുസുന്ന വൽ ജമാഅയുടെ പ്രവർത്തനത്തിൻ്റെ ഫലമായിട്ടാണ് അഹ്ലുസുന്ന വൽ ജമാഅയുടെ നവജാഗരണ പ്രവർത്തനം ഇന്ന് കാണുന്ന ഇസ്സത്തിൽ എത്തിയത്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാർ എല്ലാവരും ദുആ ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.